ആദ്യമായി ഹോമം സോഷ്യൽ ഇനിഷ്യേറ്റീവിനുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരണം പല കോവിഡുമായി ബന്ധപ്പെട്ട് പലതരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സ്ട്രെസ്സിനെ ബന്ധപ്പെടുത്തി ഒരു ചർച്ച ഉണ്ടാകുന്നത്. അത് വളരെ ആവശ്യവുമാണ്. കാരണം ആദ്യമായി കോവിഡ് സംഭവിച്ചപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ലോകരാജ്യങ്ങൾ ഒരു അന്ധാളിപ്പിലായിരുന്നു. എന്താണ് ചെയ്യുക എന്ന്. അവരുടെ മുൻപിൽ 2 മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, സേവ് ദ ഇക്കോണമി. 2, സേവ് ദ പീപ്പിൾ. ഒരു ജനാധിപത്യ രാജ്യങ്ങളുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അവർ സ്വാഭാവികമായും ജനങ്ങളെ രക്ഷിക്കുന്നതിന് മുൻഗണന കൊടുക്കും. അത് വളരെ ആവശ്യവുമായ ഒരു കാര്യം തന്നെ. അങ്ങനെയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ലോക്ക്ഡൌണും പോലുള്ള മെഷേഴ്സ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ മെഷേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ മറ്റേതൊരു മെഷർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ അതിന്റെ ഇമ്പാക്ട് പല വിഭാഗത്തില്, സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്ക് പലതരത്തിൽ അനുഭവപ്പെടും. അത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക തരത്തിൽ അനുഭവപ്പെടാം, സ്ത്രീജനങ്ങൾക്കും വയോധികർക്കും വേറൊരു തലത്തിൽ അത് അനുഭവപ്പെടാം, ചെറുകിട ബിസിനസ്സുകാർക്ക് ഒരു പ്രത്യേക തരത്തിലാകാം ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സുകളെ കുറിച്ചുള്ള അതെന്താണെന്ന് അറിയാനും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു അവധാനതയോടെ നമുക്ക് സമീപിക്കാനാവൂ. അങ്ങനെ ഒരു സമീപനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഭാവിയാണ്, നല്ലൊരു നാളെയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചയിൽ വളരെ പ്രശസ്തരായ 4 പേരുണ്ട്. ആദ്യമായിട്ട് ഡോക്ടർ മനോജ് കെ വളപ്പിൽ. മലേഷ്യയിലെ പെർഡാന യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറും കൺസൾട്ടന്റ് വൈറോളജിസ്റ്റുമാണ്. മനോജ് ഇതിനു മുൻപ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടിന്റെയും ന്യൂകാസിൽ അപ്പോൺ ടൈൻ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിലും കൺസൾട്ടന്റ് വൈറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മേഖലയിലുള്ള എന്തുമാത്രം വൈറസ്, പുതിയ വാക്സിൻ കണ്ടുപിടിക്കുന്നുണ്ടോ, അതിന്റെ ഇമ്പാക്ട് എന്താണ്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് മനോജിൻ്റെത്. മനോജിന്റെ സ്വാഗതം. പിന്നീട് നമ്മൾ ഈ ചർച്ചയിലുള്ളത് ഡോക്ടർ സീന ദേവകി. സീന ഒരു ചൈൽഡ് ആൻഡ് അഡോളസെന്റ് സൈക്കാട്രിസ്റ്റ് ആണ്. കൂടാതെ ഒരു ജെൻഡർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടും ഷെഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അതിനേക്കാളും ഉപരി ഒരു വളരെ ശക്തിയായ ഫ്രീലാൻസ് റൈറ്ററും നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ് സീന. നമ്മുടെ പാനലിലെ 3ാമത്തെ അംഗം ഡോക്ടർ PV ബൈജു. കാനഡയിലെ എഡ്മോണ്ടൺ മക്കിവൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനു മുൻപ് അദ്ദേഹം റെഡ് ഇയർ കോളേജിലും, ആൽബർട്ടയിലെ റെഡ് ഇയർ കോളേജ്, ശ്രീശങ്കര യൂണിവേഴ്സിറ്റി, ഈ സ്ഥാപനങ്ങളിലെല്ലാം വർക്ക് ചെയ്തിരുന്നു. 4ാമതായി ഡോക്ടർ മിലു മറിയ ആൻഡോ. മിലു ഇപ്പോൾ പ്രചോദി നികേതൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായും അതോടൊപ്പം തന്നെ അവിടുത്തെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്ററിന്റെ പ്രോജക്ട് കോർഡിനേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു. ഇതിനു മുൻപ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 14 വർഷത്തോളം കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയധികം പരിചയസമ്പന്നരായ ഒരു പാനലിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. ഓരോ പാനലിസ്റ്റുകളെയും സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ലോക്ക്ഡൌണും കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് തൊഴിലിടങ്ങളിലാണ്. തൊഴിലിനെ നമ്മൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ നമ്മൾ നമ്മുടെ ടാസ്ക് എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതിനും ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ILOയുടെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 2.7 ബില്യൺ വർക്കേഴ്സിന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അത് പലതരത്തിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അസംഘടിത മേഖല ഏകദേശം 40 കോടിയോളം ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ്. അപ്പൊ സ്വാഭാവികമായി അസംഘടിത മേഖലയിൽ വരുന്ന പ്രശ്നങ്ങൾ, അവര് ദിവസക്കൂലിക്കാരായിരിക്കും. അപ്പൊ അവരുടെ വേതനം, അവർക്കൊരു കൃത്യമായ 10,000 രൂപ പോലും
കയ്യിലെടുക്കാൻ വയ്യാത്തവർക്ക് ലോക്ക്ഡൌൺ പീരീഡിലെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് അവരിലുണ്ടാക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പലയിടത്തും പ്രവാസികളായ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനെ വന്ന് ജോലി നഷ്ടപ്പെട്ടാൽ തിരിച്ച് നാട്ടിലേക്ക് എന്നുള്ളത് അതും അവരിലുണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതുപോലെ തന്നെ പലരും പല സ്ഥാപനങ്ങളും ശമ്പളം കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർസെന്റേജ് കട്ട് ചെയ്യുന്നു, കുറച്ച് നാളത്തേക്ക് ശമ്പളം കൊടുക്കാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ ഇതെല്ലാം ഒരു വ്യക്തി എന്നുള്ള നിലയിലും വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന കുടുംബ സംവിധാനത്തിന്റെ അകത്തും വളരെ വളരെ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി രണ്ട് വിഭാഗം തൊഴിലുണ്ട്. അതിൽ ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പറ്റിയാണ്. അത്തരത്തിലുള്ള ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അവരുടെ ജോലിയുടെ ഭാഗമായി മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള തീവ്ര യത്നത്തിൽ അവർ ഇടപെടുമ്പോൾ തന്നെ അവർക്ക് അവരുടെ കുടുംബത്തെക്കുറിച്ചും ഇത് തന്നിലുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ഭീതി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് അവരുടെ സ്ട്രെസ്സിനെ വളരെയധികം കൂട്ടുന്ന ഒന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി രണ്ട് വിഭാഗങ്ങളെ ഞാൻ കാണുന്നത് പ്രധാനമായും ഒന്ന് സ്ത്രീജനങ്ങളും അതുപോലെ കുട്ടികളെയും കുറിച്ചാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലോകത്തൊരിടത്തും സ്ത്രീ പുരുഷ സമത്വം നിലവിലുണ്ടെന്ന് ആരും അവകാശപ്പെടുന്നില്ല. കാരണം എല്ലായിടത്തും സ്ത്രീകൾ പലതരത്തിലുള്ള വിവേചനം സാമ്പത്തികമായും അല്ലാതെയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഈ കോവിഡ് മൂലം അല്ലെങ്കിൽ ഇതുപോലുള്ള ലോക്ക്ഡൌൺ കൊണ്ട് അത് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ടോ, ആ ഇന്നിക്വാളിറ്റി വലുതാകുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായൊരു സംശയമാണ്. അതിന് പ്രധാന കാരണം ഏകദേശം 1.52 ബില്യൺ കുട്ടികൾ ഇന്ന് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് മാതാപിതാക്കൾ തുല്യ പ്രാധാന്യത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം അവർക്ക് വർക്ക് പ്ലേസിലെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് ചെയ്യണം. അതോടൊപ്പം മറ്റ് ഹൗസ് ഹോൾഡ് കോഴ്സ് ഉണ്ട്. അപ്പൊ സാധാരണ സ്ത്രീകളിൽ കൂടുതലായ ഒരു ബാധ്യത ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്ന് പല ആദ്യകാല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. എന്ന് മാത്രവുമല്ല, ഇതിന്റെ ഫലമായി ഡൊമസ്റ്റിക് വയലൻസിൽ ചില വികസിത രാജ്യങ്ങളിൽ പോലും ഡൊമസ്റ്റിക് വയലൻസിൽ അപ്പൊ അങ്ങനെ ഒരു വനിതകൾക്ക് അമിതമായ ഒരു സ്ട്രെസ് നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നെ മാത്രവുമല്ല, ഗ്ലോബൽ ഹെൽത്ത് വർക്ക് ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 70% ഈ ഹെൽത്ത് വർക്ക് ഫോഴ്സ് വനിതകളാണ്. അപ്പൊ സ്വാഭാവികമായി അങ്ങനെ ഒരു പ്രഷർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് വർക്ക് ഫോഴ്സ് നേരിടുന്ന പ്രഷറിൽ നിന്ന് ആനുപാതികമല്ലാത്ത രീതിയിൽ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് മാനറിൽ സ്ത്രീജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായി അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിനകത്തും പുറത്തും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവരുടെ എക്കണോമിക് പൊട്ടൻഷ്യലിനെ അതെങ്ങനെ ബാധിക്കുന്നു, ഇൻട്രാ ഹൗസ് ഹോൾഡ് റിലേഷൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇനി കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഒരു പ്രത്യേക പഠന സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോ ഈ കുട്ടികൾക്ക് അവരൊരു പ്രത്യേക ലേണിംഗ് സിസ്റ്റത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതുപോലെ ഡിജിറ്റൽ ഡിവൈഡിന്റെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഇന്റർനെറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല, അവരുടെ വസതി കിട്ടണമെന്നില്ല. അപ്പൊ അത് അവരുടെ ലേണിംഗ് അബിലിറ്റി വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ ഇവിടെ UK മറ്റും കണ്ടത്, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഫീസ് കൊടുത്തും അതുപോലെ ലോൺ എടുത്തും മറ്റും വന്ന് ഇവിടെ പഠിക്കുന്നവർക്ക് അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പഠന സംവിധാനങ്ങളിൽ പെട്ടെന്ന് മാറ്റം വരുന്നു, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ അവർക്കിടയിൽ തന്നെ, അത് UK വളരെ കൂടുതലാണ്, അതെല്ലാ ഇന്ത്യക്കകത്തും മറ്റു പല സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇതുണ്ടാകാം. അപ്പൊ അതുണ്ടാകുന്ന ഒരു സ്ട്രെസ് അവർക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈ വിഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് കാണാതെ പോകാൻ പാടില്ല. കാരണം ഇതിന്റെ ഷോർട്ട് ടൈം, മീഡിയം ആൻഡ് ലോങ് ടൈം ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ നിർത്തുകയാണ്. പക്ഷെ അതിൽ നിർത്തുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാം ഇന്നൊരു പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ പോലും അത് എത്ര നാൾ എടുക്കും, മൊത്തത്തിൽ ലോകത്തെല്ലായിടത്തും കൊടുത്തു വരാൻ എത്ര നാൾ എടുക്കും? ഈ സാർസ് COVID-2 ഇൻഫെക്ഷൻ, അതിന്റെ ഒരു ഭാവി എന്താണ്? അതുപോലെ ഇപ്പൊ ഒരു വാക്സിൻ കണ്ടുപിടിച്ചാലും പുതിയ പുതിയ വേരിയൻസ് വരുമ്പോൾ ഈ വാക്സിനിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടി വരും. അപ്പൊ ഇതെല്ലാം ഒരുപാട് പേർക്ക് ആശങ്ക, ആ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്.
പിന്നെ ഒരു വിഭാഗം സ്റ്റഡീസ് പറയുന്നു പ്രായം ഒരു ഘടകമല്ല. അതേസമയം ചില പ്രത്യേക കൾച്ചറൽ ഹാബിറ്റ്സ് ആണ് ഒരു ഘടകം. വേറൊരു വിഭാഗം പറയുന്നു അതല്ല. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആ രംഗത്ത് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് പൂളാണുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഇന്നിപ്പം പാനലിലുള്ള മനോജിന് സാധിക്കും. കാരണം മനോജ് ഈ ഭാഗത്ത് ഗവേഷണം നടത്തുകയും അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ചർച്ചയിലേക്ക് ഡോക്ടർ മനോജ് മുളപ്പലിനെ ക്ഷണിക്കുകയാണ്. കോവിഡിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെയും അതിന്റെ ലോങ് ടൈം ഇമ്പാക്റ്റിനെ കുറിച്ചും പൊതുജനങ്ങൾക്കുള്ള ഒരു ആശങ്ക നിലവിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ താങ്കളുടെ പ്രതികരണം സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇനിഷ്യേറ്റീവിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. വാല്യുബിൾ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം മോഡറേറ്റർ പറഞ്ഞതുപോലെ ഒരു പുതിയ ഒരു വൈറസ് നമ്മുടെ ഹ്യൂമൻ സർക്കുലേഷനിൽ വരുന്ന സമയത്ത് ന്യായമായും അത് വളരെ ആശങ്ക ഉയർത്തുന്നുണ്ട് നാട്ടുകാർക്ക്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇതാണ്, ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഇപ്പൊ ചോദിച്ച പോലെ. എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ? അപ്പം ഒരു പുതിയ എമർജിങ് ഒരു പാത്തജൻ വരുന്ന സമയത്ത് പുതിയതായിട്ട് അതിനെപ്പറ്റി വളരെ പഠനങ്ങളോ അതിനെപ്പറ്റി വേറെ വിവരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് തിങ്സ്. എന്നാലും നമ്മൾ നമ്മുടെ അറിവ് വെച്ചിട്ട്, ഇപ്പം പൊതുവെയുള്ള വൈറസുകളുടെ ഒരു സ്വഭാവം വെച്ചിട്ട്, നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു കൊറോണ വൈറസുകളുടെ സ്വഭാവം വെച്ചിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ട് ഘട്ടമായിട്ട് പറയാം. ഒന്ന്, സാധാരണ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു, അതിന്റെ ഫ്യൂച്ചർ സാധാരണ എങ്ങനെയാണ് അതിന്റെ ലോങ് ടേം നീണ്ടു പോകുന്നത്. രണ്ട്, ഈ എപ്പിഡമിക്കിന് ഈ പാൻഡമിക്കിനെ തന്നെ എന്താണ് നമുക്ക് ഇതുവരെ നമ്മുടെ അറിവിലുള്ളത്, ഏത് തരത്തിൽ അത് പോകാൻ സാധ്യത ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ വൈറസ് ഇൻഫെക്ഷനുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ഹ്യൂമൻസിനൊരു സാധാരണ വൈറൽ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിന്റെ ഔട്ട്കം, അതിന്റെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ സാധാരണഗതിയിൽ അത് വൈറസിന്റെ ടൈപ്പിനെ ഉദ്ദേശിച്ചിട്ടും നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, നമ്മുടെ പ്രതിരോധ കോശങ്ങൾ എങ്ങനെ അതിന് പ്രതിരോധിക്കുന്നുള്ള പോലെ. ഇതനുസരിച്ച് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് 2-3 തരത്തിൽ വരാം. ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ അത് 3 കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് സാധാരണമായിട്ട്. ഒന്ന്, ഈ വൈറസുകളെ ചെറുക്കുക, അതായത് കൺട്രോൾ ചെയ്യുക. 2, അതിനെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. 3-മതായിട്ട് പിന്നീട് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു റെസ്പോൺസ് ഉണ്ടാക്കണം. അതായത് ആന്റിബോഡിയോ അല്ലെങ്കിൽ ടി സെൽ, ബി സെൽ എന്നൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ഓരോ വൈറൽ കിട്ടുന്നത്. അപ്പം ഇപ്പൊ ചില വൈറൽ ഇൻഫെക്ഷൻസിൽ ഇത് 3ഉം ഒരേപോലെ നന്നായി വരാം, ചിലതിൽ 1 മാത്രമേ വരുള്ളൂ, മറ്റേത് 2 ഇരിക്കാം. അങ്ങനെയാണ് സാധാരണ കാണുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ ചില വൈറസ് ഇൻഫെക്ഷനിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇത് 3ഉം ചെയ്യാൻ കഴിഞ്ഞു വരില്ല. അതായത് ആ വൈറസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെതിരെ ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. ഈ HIV പോലുള്ള വൈറസുകൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അത് ക്രോണിക് വൈറൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും. വേറെ ചില വൈറസുകളുണ്ട്. അപ്പോൾ ഈ HIV പോലുള്ള വൈറസുകൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ 3 സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ല. ഇനി വേറെ ചില വൈറസുകളുണ്ട്. അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബോഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. അതാണ് ഈ നമ്മുടെ ഈ ഹെർപ്പീസ് വൈറസ് ഒക്കെ പോലെയുള്ളത്. അതായത് നമുക്ക് ചിക്കൻ ബോക്സ് കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ ചിക്കൻ ബോക്സ് ഒരു എക്സാമ്പിൾ ആണ്. ബോഡി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ വൈറസിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് കോടാനുകോടി വർഷങ്ങളായിട്ട് അത് ഹ്യൂമൻസിന്റെ കൂടെ ഇവോൾവ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒളിഞ്ഞ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അവോയ്ഡ് ചെയ്ത് ഒളിഞ്ഞു പാർക്കാനുള്ള സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ്. പക്ഷെ അങ്ങനത്തെ ഉള്ള വൈറസുകൾ ഫ്യൂച്ചറിൽ വല്ല കാരണം കൊണ്ടും ജനറലായിട്ട് നമുക്കൊരു ഇമ്മ്യൂണോ സപ്രഷൻ വരികയാണെങ്കിലോ, ഇമ്മ്യൂണിറ്റി കുറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ വൈറസ് സ്പെസിഫിക് ആയിട്ട് ഇമ്മ്യൂണിറ്റി കുറയുകയാണെങ്കിലോ ഒക്കെ വീണ്ടും അത് പുറത്തു വരാം. അതാണ് നമുക്ക് ഈ ഷിംഗിൾസ് ഒക്കെ ആയിട്ട് പുറത്തു വരും. അപ്പൊ അതൊരു ഗ്രൂപ്പ്. ഇത് കൂടാതെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് സാധാരണ ഇപ്പം ഒരു വൈറൽ ഇൻഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇത് 3ഉം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കും. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കിക്കിന് ചെയ്യുന്നു, അതിനെ വളരെ നല്ല ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു, അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു, നല്ലൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഇൻഫെക്ഷനിലാണെങ്കിൽ
ഫോർ എക്സാമ്പിൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ, മീസിൽസ് അങ്ങനത്തെ വൈറസുകളിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ചാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറസുകൾക്കെതിരെ നമുക്ക് ഇമ്മ്യൂണിറ്റി വന്നു. പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും ആ ഇമ്മ്യൂണിറ്റി നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നീട് ആ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇനി ഇതൊന്നും അല്ലാതെ നാലാമത് വേറൊരു ടൈപ്പ് ഉണ്ട്. ഇതിനെല്ലാം എക്സെപ്ഷൻസ് ഉണ്ട്. ഞാനത് ജനറലൈസ് ആയിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. അപ്പൊ നാലാമത് ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഇതേമാതിരി 3 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യും, അതിനെ എലിമിനേറ്റ് ചെയ്യും, ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. ഓക്കെ. പക്ഷെ ആ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ കാലം നീണ്ടു നിൽക്കില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ഗ്രാജുവലി അങ്ങ് കുറയും. അപ്പൊ വീണ്ടും അത് ഈ ഇൻഫെക്ഷൻസ് നമുക്ക് ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പറഞ്ഞ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സാധാരണ ജലദോഷം. അപ്പൊ കോമൺ കോൾഡ് എന്ന് പറയുന്നത്, കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന കോമണസ്റ്റ് വൈറസ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരു റൈനോ വൈറസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് കൊറോണ വൈറസുകളാണ്. അപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ തന്നെ ഹ്യൂമൻ കൊറോണ വൈറസസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് സാധാരണ ഇങ്ങനെ നമുക്ക് മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ കൊറോണ വൈറസ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് സാധാരണ ജലദോഷം പോലെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് നമുക്ക് അതിനൊരു റീഇൻഫെക്ഷനുള്ള ഇമ്മ്യൂണിറ്റി ഒക്കെ അഗേൻസ്റ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഫ്യൂച്ചറിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്ന സമയത്ത് നമുക്കത് തിരിച്ചു കിട്ടും. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ജലദോഷം ഒന്നും നമ്മൾ അത്ര സീരിയസ് ഇൽനെസ് അല്ലാത്തതുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്യുന്നില്ല, PCR ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പം ഹ്യൂമൻസിന്റെ കൂടെ ഹ്യൂമൻ കൊറോണ വൈറസസ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പുതിയ കൊറോണ വൈറസ് എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇതിപ്പം നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻസിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ സയന്റിഫിക് നിഗമനങ്ങൾ ഇത് ബാറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നോ അത് നമുക്ക് ഹ്യൂമൻസിലേക്ക് പടർന്നിട്ടുള്ളതെന്നാണ്. അപ്പൊ അതിന്റെ ജനിതക ഘടന നോക്കുകയാണെങ്കിൽ, RNA സീക്വൻസ് നോക്കുകയാണെങ്കിൽ അതിന് ഹ്യൂമൻ കൊറോണ വൈറസുമായിട്ട് ഒരു 50% അതിന് സിമിലാരിറ്റി ഉള്ളൂ. ബാക്കി 50% പുതിയതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് പടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി നല്ല ട്രാൻസ്മിസിബിൾ ആണ്. അപ്പം വളരെ പെട്ടെന്ന് ലോകത്ത് മുഴുവൻ പടരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ പടരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ അസുഖം വരുന്നുണ്ടെങ്കിലും ഈ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രൊപ്പോർഷൻ ആൾക്കാർക്ക്, ഏതാണ്ട് 20% ആൾക്കാർക്ക് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഒരു ചെറിയ ശതമാനത്തിന് ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്നുണ്ട്. അതിൽ ചെറിയ ശതമാനത്തിന് ക്രിട്ടിക്കൽ കെയർ ITUലുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യം വരുന്നുണ്ട്. അതിലുള്ള ഒരു 50% ആൾക്കാർക്ക് ഭേദമാവുന്നുണ്ട്. വളരെ ചെറിയൊരു ശതമാനമാണ് നമുക്ക് ഇതിനകത്ത് നിന്നൊരു പിന്നെ മോർട്ടാലിറ്റി വരുന്നത്. ആ മോർട്ടാലിറ്റി ഡിഫറെന്റ് കൺട്രീസിൽ എത്ര പേരും ഇൻഫെക്ഷൻ കൊണ്ട് മരിക്കുന്നു എന്നുള്ളത് ഓരോരോ കൺട്രിയിലും ഓരോരോ ഡിഫറെന്റ് റേറ്റ്സ് ആണ് കാണുന്നത്. അപ്പൊ അതിന് പല ഹൈപ്പോത്തസിസ് കാരണങ്ങളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ഈ പാൻഡമിക്കിന്റെ ഏർലി സ്റ്റേജസ് ആയതുകൊണ്ട് എന്താണ് ഇതിനുള്ള ഈ നമ്മുടെ ഈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മരണനിരക്കിലുള്ള വ്യത്യാസത്തിനുള്ള യഥാർത്ഥ കാരണങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് പ്രൂവൺ ആയിട്ടില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് അറിയാവുന്നത്, നേരത്തെ പറഞ്ഞ മോഡറേറ്റർ പറഞ്ഞ പോലെ ഇൻക്രീസ്ഡ് ഏജ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ കോമോബിഡിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ, അതായത് ക്രോണിക് ആയിട്ടുള്ള ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ കരൾ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രഷൻ, ക്യാൻസർ അതുപോലുള്ളവർ, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർക്ക് കുറച്ച് സിവിയർ ആയിട്ടും ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ആ ഗ്രൂപ്പിൽ കുറച്ച് അധികമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇതുവരെ വളരെ നല്ല ഒരു റെസ്പോൺസ് ആണ് കാണുന്നത് ട്രീറ്റ്മെന്റിന്. ഇനിയിപ്പോ നമ്മൾ ഈ എപ്പിഡമിക് എങ്ങനെ, ഈ പാൻഡമിക് എങ്ങനെ പോകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, അത് പാൻഡമിക്കിന്റെ ഔട്ട്കം വിൽ ഡിപ്പെൻഡ് അപ്പോൺ വേരിയസ് ഫാക്ടേഴ്സ് അഗൈൻ. അപ്പം നമ്മുടെ ഈ പാൻഡമിക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റ് പാൻഡമിക്കുകളോ അല്ലെങ്കിൽ ഔട്ട് ബ്രേക്കുകളോ എപ്പിഡമിക്കുകളോ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ, മുമ്പ് സാർസ് 1 വന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ തന്നെ കോണ്ടാക്ട് ട്രേസിംഗ്, ടെസ്റ്റിംഗ്, ഐസൊലേഷൻ എന്ന പ്രോട്ടോകോള് ഒരേ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു. അതുകൊണ്ട് അത് ലോകം മുഴുവനുള്ള ഈ ബാധിച്ച എല്ലാ പേഷ്യൻസിനെയും ഐഡന്റിഫൈ ചെയ്യാനും അവരിൽ നിന്നൊക്കെ
ആ രോഗത്തെ അത് ചികിത്സിച്ച് ഭേദമാക്കാനോ ചിലരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ അല്ലാതെ പൊതുവെ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കുകയും അവരെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്ത് ഈ വൈറസ് ഹ്യൂമൻസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വേറെ സ്പ്രെഡ് ഇല്ല. ഓക്കെ, അത് ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഈ 2009 വന്ന സ്വൈൻ ഫ്ലൂ എന്ന പാൻഡമിക് നോക്കുകയാണെങ്കിൽ അത് ഇൻഫ്ലുവൻസയാണ്, ഈ ഗ്രൂപ്പ് അല്ല. അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തു. അപ്പൊ ലോകം മുഴുവൻ അത് ഒരുപോലെ പടർന്നു. ആർക്കും അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ഇൻഫ്ലുവൻസ പാൻഡമിക്കിന്റെ ഒരു പ്രത്യേകതയാണത്. അപ്പം എല്ലാ കൺട്രീസിലും അത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇതിലും രണ്ട് വ്യത്യസ്തമായ ഔട്ട്കംസ് ആണ് വന്നത്. അത് ഒന്നാമത്തത് സാർസിൽ എല്ലാവരും കൺട്രോൾ ചെയ്തു, മറ്റേതില് എല്ലാവരും ആർക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ രണ്ടും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അപ്പൊ ഈ പാൻഡമിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില കൺട്രീസ് തങ്ങളുടെ എല്ലാ റിസോഴ്സസും എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. പല ഡിഫറെന്റ് കൺട്രീസിന് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ്. സ്ട്രാറ്റജീസിലേക്ക് ഞാനിപ്പോൾ വരാം. പക്ഷെ ചില കൺട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിന്റെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കോൺസെപ്റ്റിലേക്ക് പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഹ്യൂമൻ കൊറോണ വൈറസ് പോലെ ആയിരിക്കാം ഈ കൊറോണ വൈറസ്. നമുക്ക് ഒരിക്കൽ വന്നാൽ 6 മാസത്തേക്ക് അതിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. അതിന് വീണ്ടും വരുമ്പോൾ അതിന് ചെറിയ ഇത്ര സിവിയറിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു മോഡലിലേക്ക് പോവാം എന്നുള്ള ഒരു മോഡലിൽ പോയി. അപ്പം ഒരു ഇൻഫെക്ഷൻ നമുക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ പല ഇന്റർവെൻഷൻസ് ഉണ്ട്. അപ്പം മൈൽഡ് ആയിട്ട് ഇന്റർവെൻഷൻസ്, ഹാൻഡ് വാഷിങ്, അല്ലെങ്കിൽ നമ്മുടെ മാസ്ക് ധരിക്കുക, അങ്ങനത്തെ മോഡറേറ്റ് ആയിട്ടുള്ള സ്കൂളുകൾ അടയ്ക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഇന്റർവെൻഷൻ സച്ച് എസ് മാസ് ലോക്ക്ഡൌൺ, അങ്ങനത്തെ കാര്യങ്ങളിൽ ഡിഫറെന്റ് സ്റ്റേജസിൽ ഡിഫറെന്റ് കൺട്രീസ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. ചില കൺട്രീസിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് നിൽക്കുകയാണ്, ചില കൺട്രീസിൽ അത് നല്ലോണം കൺട്രോളിലേക്ക് പോകണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നന്നായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്യൂച്ചർ പറയുമ്പോൾ നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും, നമ്മുടെ ഇപ്പൊ ചൈനയിലോ സിംഗപ്പൂരിലോ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ കൺട്രീസ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് എടുത്തത്. ചൈന കംപ്ലീറ്റ് ആയിട്ട് ലോക്ക്ഡൌണിൽ പോയി. സിംഗപ്പൂർ ആണെങ്കിൽ വെരി സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് എടുത്തിട്ടുള്ള കൺട്രിയാണ്. കോൺടാക്ട് ട്രേസിംഗ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ കൊറിയയിലാണെങ്കിൽ നമ്മൾ ഹൈ നമ്പർ ഓഫ് ടെസ്റ്റിംഗ് എല്ലാവരെയും ടെസ്റ്റ് ചെയ്തു. സിംപ്റ്റമാറ്റിക് ആയാലും എല്ലാ കോൺടാക്ട്സിനെയും ടെസ്റ്റ് ചെയ്തു. അത് അവർക്ക് വളരെ ഫലപ്രദമായി. ഇപ്പൊ ജപ്പാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് സോഷ്യൽ നോംസ് ഉള്ള കൺട്രിയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ധാരണം, അങ്ങനത്തെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ്. ഈ കൺട്രീസ് ഒക്കെ തന്നെ ഒരു പരിധി വരെ ഈ വൈറസുകളെ നിയന്ത്രിച്ച് അതിന്റെ സർക്കുലേഷൻ കുറച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാൽ ഈ കൺട്രീസിലൊക്കെ കാണുന്നത് നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റ് കൺട്രീസിൽ നിന്ന് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കൺട്രീസിൽ നിന്ന് ആൾക്കാരെ തിരിച്ചു വരുമ്പോൾ, ഇപ്പൊ ചൈനയിലും സിംഗപ്പൂരൊക്കെ വീണ്ടും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഡീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കേരളത്തെ പോലത്തെ ഉള്ള ഒരു സ്ഥലത്താകുമ്പോൾ നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ മെയിൻ ഉദ്ദേശം ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആസ് മച്ച് ആസ് പോസിബിൾ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഇൻഫെക്ഷൻ സ്പ്രെഡ് നെറ്റ്വർക്ക്സ് ഒക്കെ ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന പോലെ ആ ചെയിൻ ബ്രേക്ക് ചെയ്യുന്നു. ടോട്ടൽ എമൗണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള എമൗണ്ടിനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അത് എത്രമാത്രം വിജയിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മറ്റു സ്ഥലങ്ങളിലെല്ലാം എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സ്റ്റേറ്റ്സിലും, എല്ലാ രാജ്യങ്ങളിലും ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാർസിന്റെ പോലെ ഒരു ഔട്ട്കം കിട്ടാം. ഇനി അതല്ല, ഇനിയിപ്പം ഈ വൈറസിന് ഇപ്പൊ നേരത്തെ ചോദിച്ചു വൈറസിന് മ്യൂട്ടേഷൻ വല്ലതും വരുമോ, സിവിയർ ആകുമോ, ട്രാൻസ്മിഷൻ കൂടുമോ എന്നുള്ള പോലെ അതൊരു പോസിബിലിറ്റി ആണ്. ഇപ്പൊ വൈറസിന് ഓൾറെഡി കുറെ മ്യൂട്ടേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ അതുകൊണ്ട് സിവിയറിറ്റി കൂടുന്നതായിട്ടൊരു തെളിവൊന്നുമില്ല. പിന്നെ ലോകം മുഴുവൻ ഇതിനെപ്പറ്റി നല്ലൊരു ബോധവൽക്കരണം ഉണ്ട്. ഇത് കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും ഇതിനു വേണ്ടി എല്ലാ കൺട്രീസും ഇപ്പൊ ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് തന്നെ ട്രാൻസ്മിഷനും അങ്ങനെ വളരെ കൂടാനുള്ള സാധ്യത ഇല്ല. അപ്പം ബോധവൽക്കരണം ഉള്ളത് കൊണ്ടും എല്ലാവരും ഈ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ റിട്ടേണിങ് ട്രാവലേഴ്സ് അല്ലെങ്കിൽ
നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അറിയാതെ പോകുന്ന സ്പ്രെഡ്, ഏസിംറ്റമാറ്റിക് ആയിട്ടുള്ള രോഗലക്ഷണം ഇല്ലാത്ത ആൾക്കാരിൽ നിന്നുള്ള സ്പ്രെഡ്, അങ്ങനത്തെ ഒരു സ്പ്രെഡ് സ്ലോലി വരാം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ടെസ്റ്റിംഗ് കൂട്ടുന്നത്. അപ്പം ആ ഒരു ഔട്ട്കമ്മിലേക്കാണ് ചില കൺട്രീസ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ലോലി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവർക്കും കുറച്ച് ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു ഇമ്മ്യൂണിറ്റി വരും, അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷെ അത് ചില കൺട്രീസിൽ അങ്ങനെയല്ല ടേൺ ഔട്ട് ചെയ്തിട്ടുള്ളത്. വളരെ മോർട്ടാലിറ്റി കൂടുതലായിട്ടുണ്ട്. ഇത് ബേസിക്കലി ഒരു റിസ്ക് മാനേജ്മെന്റ് ആണ്. അപ്പം എത്രമാത്രം റിസ്കിനെ ടോളറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷനെ ടോളറേറ്റ് ചെയ്യാനുള്ള അവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിന് പറ്റും, ICU കപ്പാസിറ്റിക്ക് പറ്റും, എത്രമാസം ഈ ലോക്ക്ഡൌണിനെ കൊണ്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, ജനങ്ങളുടെ നേരത്തെ പറഞ്ഞ നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ റിസ്കിനെ എത്ര ബാലൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ചു കാലത്തെങ്കിലും നമ്മുടെ റിസ്കിനും, ഈ ഇൻഫെക്ഷനെ കൊണ്ടുള്ള റിസ്കിനും, നമ്മുടെ ഈ എക്കണോമിക് കോൺസിക്വൻസസിനുള്ള റിസ്കിനും ബാലൻസ് ചെയ്ത് കുറച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. അത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും, ഇന്ത്യയിൽ പൊതുവെ, പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ വളരെ സ്തുത്യർഹമായ ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജസിനനുസരിച്ച് വീണ്ടും പുതിയ പുതിയ നിർദ്ദേശങ്ങൾ വന്നായിരിക്കും. അപ്പൊ അതനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മൂന്നാമതായിട്ട് ചോദിച്ച കാര്യം വാക്സിനെ കുറിച്ചാണ്. അപ്പം ഈ സാർസ് കൊറോണ വൈറസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. ലോകം മുഴുവൻ ഇപ്പം ഇത്രയധികം പഠനങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല ഒരിക്കലും. ഇപ്പൊ നമ്മള് NCBI-ലോ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിനാണ്. 20,000 പബ്ലിക്കേഷൻ ആയിരുന്നു ഞാൻ 2 ആഴ്ച മുമ്പ് നോക്കിയപ്പോൾ ഉള്ളത്. 20,000 പബ്ലിക്കേഷൻ ആണ് ഈ 2 മാസത്തിനുള്ളിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആൾക്കാർ കുറെയൊക്കെ എപ്പിഡമിയോളജിയെ കുറിച്ചാണ്, പക്ഷെ കുറെയൊക്കെ ആൾക്കാർ ഇപ്പൊ ബയോഇൻഫർമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടും, മോളിക്കുലർ സ്റ്റഡീസും, ക്ലിനിക്കൽ സ്റ്റഡീസ്, അങ്ങനെ ട്രീറ്റ്മെന്റ്, വാക്സിൻ, പല വിധത്തിലുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡ്രഗ് ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വാക്സിൻ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ ഒരു വാക്സിൻ വരണമെങ്കിൽ ഒരു 10 മുതൽ 20 വർഷം വരെ കാൻഡിഡേറ്റ് വാക്സിൻ ഉണ്ടാക്കി അതിന്റെ phase 1, phase 2, phase 3 ട്രയൽ ഒക്കെ ചെയ്ത് ഹ്യൂമൻസിൽ സേഫ്റ്റി ടെസ്റ്റ് ചെയ്ത്, എഫിക്കസി ടെസ്റ്റ് ചെയ്ത് അത് റോൾ ഔട്ട് ചെയ്താലും തന്നെ പിന്നെ ഗവൺമെന്റ് അതിന്റെ ഫണ്ടുകളൊക്കെ കണ്ടുപിടിച്ച് റോൾ ഔട്ട് ചെയ്യണമെങ്കിൽ വളരെ കാലം പിടിക്കുന്നതാണ്. അപ്പൊ ഇതൊന്നും ഇപ്പോ എല്ലാ ഗവൺമെന്റുകൾക്കും ഇതൊരു പ്രയോറിറ്റിയാണ്. ഇതിനായിട്ട് പ്രത്യേക ഫണ്ടുകളുണ്ട്. അപ്പൊ ഈ റിസ്ക് ബാലൻസിന് എക്കണോമിക് കോൺസിക്വൻസസ് വളരെ അധികം ഉള്ളതുകൊണ്ട് അപ്പം ഇതിന് ഒരു ട്രേഡ് ഓഫ് കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പം ഈ ലോകം മുഴുവൻപാടുള്ള ഗവൺമെന്റ്സിന് ഇതൊരു പ്രയോറിറ്റിയാണ്. അപ്പം ഇതിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത്, നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്, ഇങ്ങനൊരു വാക്സിൻ, നല്ലൊരു എഫിക്കേഷ്യസ് ആയിട്ടുള്ള വാക്സിൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിൽ നിന്ന് തന്നെ ഇപ്പം ഏതാണ്ട് ഒരു വർഷം 18 മാസത്തിനുള്ളിൽ ഏർലി ട്രയൽസ് ഒക്കെ ഫിനിഷ് ചെയ്ത് റോൾ ഔട്ട് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അപ്പം അതൊരു വളരെ ഹോപ്പുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം നമുക്ക് അതുവരെയുള്ള ഒരു സമയത്ത് ഈ കുറച്ചൊരു ട്രേഡ് ഓഫും ബാലൻസുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും. അതിനുള്ളിൽ തീർച്ചയായും ഡ്രഗ് ട്രയൽസ്, എന്തെങ്കിലും ഡ്രഗ്സ്, ഇപ്പൊ നടക്കുന്ന ഡ്രഗ് ട്രയൽസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പുറത്തു വരേണ്ടതാണ്. അത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഒരു വാക്സിനും വരുമെന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നന്ദി മനോജ്. വളരെ വിശദമായി തന്നെ ആ കാര്യത്തെക്കുറിച്ച് മനോജ് സംസാരിച്ചു. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇനിയും നമുക്ക് കുറച്ചു നാളുകൂടെ ഈ സ്വയ പ്രതിരോധ മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം വാക്സിൻ ഉണ്ടാകാൻ വരുന്ന സമയം പറഞ്ഞ 1.5 വർഷം എന്ന് പറയുന്ന 12 മുതൽ 18 മാസം വരെ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് സ്വയം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അപ്പൊ ഈ രീതിയിലുള്ള ഈ അടുത്ത 18 മാസത്തേക്കെങ്കിലും നമ്മൾ മുൻപ് തുടർന്നു വന്നതുപോലെ ചിലപ്പോ അത്രയും ആ രീതിയിലുള്ള ഒരു രീതിയിൽ ജീവിക്കാൻ കഴിയണമെന്നില്ല. പല മാർഗങ്ങളും അതേപോലെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലൊക്കെ മറ്റേ പൊല്യൂഷൻ കുറയ്ക്കാനായി കാറുകൾക്ക് ചില പ്രത്യേക നമ്പറുകൾ ഏർപ്പെടുത്തിയതുപോലെ, ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക നമ്പറുള്ള കാറുകൾ പുറത്തേക്ക് വരാൻ പറഞ്ഞതുപോലെ, ചിലപ്പോൾ ലോകത്തൊക്കെ അങ്ങനെയുള്ള ചില മെഷേഴ്സ്, കുറച്ചുകൂടെ റെസ്ട്രിക്റ്റീവ് ആയ മെഷേഴ്സ്, കാരണം പഴയതുപോലുള്ള ഒരു ഫ്രീ ഫ്ലോ ഓഫ് പീപ്പിൾ അനുവദിക്കാത്ത രീതിയിലുള്ള മെഷേഴ്സ് ഉണ്ടാകാൻ വഴിയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അതൊരു എക്കണോമിക് ഇതുമായിട്ട് ബാലൻസ് ചെയ്യുന്നു, എത്രത്തോളം ഒരു രാജ്യത്തിന്റെ എക്കണോമിക് അവസ്ഥ അത് പെർമിറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. പലപ്പോഴും ഈ സ്ട്രാറ്റജീസ് കൺട്രി ബേസ്ഡ് ആയി വരാനായിരിക്കും ഇൻ പ്രാക്ടീസ് സാധ്യത കൂടുതൽ എന്ന് തോന്നുന്നു.
എന്തായാലും മനോജ്, ഒരുപാട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്കത് അതിന്റെ അവസാനം ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നമുക്ക് ക്രോഡീകരിക്കാം. എന്തായാലും ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി. താങ്ക് യു. നമ്മുടെ അടുത്ത പാനലിസ്റ്റ് ഡോക്ടർ സീന ദേവകിയാണ്. അപ്പം സീനയോട് ഞാൻ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും പറ്റിയുള്ള അവർക്ക് പലതരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടി വരുന്നു. അപ്പൊ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ സീനയുടെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? For people who don't know me, I work as a child and adolescent psychiatrist in the UK, in Sheffield. I have been here for 23 years now. And I also work part-time in gender services as a gender specialist. But I think, Arun, it's not to do with gender differences. It is the transgender people that I work with. In the time frame that has been allocated to me, which is like 10 minutes, it's a very tall order to cover everything which I want to convey. So what I'm going to say is I will cover a few topics, and at a later date, we can perhaps expand on it. So my hope is to seed a few ideas. As for me, I'm still going to work. I'm still going to the hospital, but we don't have face-to-face contact with our patients. It is telepsychiatry, which we are doing, and telephone consultations. Psychiatry-wise, my hunch is, my informed guess is, many of the illnesses will increase during COVID and post-COVID. For example, from my personal experience, anxiety in the children that I work with have increased. OCD, which I'm sure all of you know, it's an acronym for obsessive compulsive disorder, that has increased. Psychosis, there has been deterioration and relapses. And come September in UK, in England, September is the month where the academic year starts. So in September, I'm expecting more school refusals. That's my prediction. I may be proven completely wrong, and children may be fed up of sitting at home and may want to go back to school. But over the short term, over the last month or so, children have been relieved that they are not at school, and though they are missing their friends, they're not missing school. Many of my young children and adolescents who I work with, they're feeling relieved that school is not there, because school is a huge stress for them. The other thing I wanted to say was, I'm also expecting a PTSD. PTSD again is an acronym for post-traumatic stress disorder to increase, more so amongst the health professionals who are combating COVID day in and day out. At the moment, they are like a hamster on the wheel. They keep going and keep going and keep going, and they don't get a break even to catch their breath or process their emotions. My hunch is that once the dust settles and they get more time to process all that's happened, the trauma will hit them, and I'm expecting a sizable proportion of health professionals to have trauma-related symptoms at various levels and differing intensities. Now, I'm sure all of you know about the Maslow's hierarchy. If you can see it. Most of you must know about the Maslow's hierarchy of needs, and I think this whole COVID crisis has gone for the jugular, sort of rocked the foundations, and gone for, this is the bottommost, which is food and shelter, and this is safety, and then it goes up to belongingness and self-actualization at the top. What I'm saying is, because of this COVID crisis, this got shaken, our basic foundations, and this is where the physiological and biological needs are. So I can sort of explain the panic buying and the stockpiling, because it was the basic physiological needs which were threatened. And coming to this bit here, the safety and the security, other than causing a huge economic crisis in the world and a huge health crisis, it has also created an existential crisis. What I mean to say is, most people have thought about death sometime or the other, but now, because of this, it's come to the fore. It's actually hit us, and we are looking at it in the face.
So that was briefly about Maslow's hierarchy of needs. The other thing I wanted to talk was the statistics show that COVID largely affects the elderly, but young people are not exempt. And the bottom line is anyone could get it. It is a roll of the dice. Anybody could get it. So given the gravity of the situation, anxiety is natural and realistic. But what we can do as people is not to allow it to take over our lives, to rein the anxiety in. In Kerala, my hunch is that people are perhaps less anxious because they feel Shailaja teacher and our CM will sort of handle it effectively, which they are doing. So it's very likely the anxiety is not this high. It's likely, but here there is a lot of anxiety around. So briefly, let me touch on stress. Now, we all know that stress can trigger or precipitate mental illness in a person who is vulnerable. And for a person who's already suffering from mental illness, stress can either exacerbate the illness or cause a relapse. Yeah. So stress is one of the biggest risk factors for not just mental illness, but also for physical illnesses. We have heard people saying things like immunity goes down when we are stressed, which is true. We have a virologist here, Manoj, who will sort of endorse what I'm saying, that immunity goes down when we are stressed. That said, there is something called good stress. Now, it may sound paradoxical, but there is something called good stress. And let me use this curve to explain what good stress is. If on the axis here, this axis is to do with performance, and if this axis is to do with stress, there is something called optimal stress. That is the optimal stress. So this is very low stress and this is very high stress. So you can see from the curve, when the stress is very low, we become complacent, and some degree of stress is needed to sort of propel us or drive us forward to do the task in hand. So optimum stress leads to optimum performance, and anything more than that, again, it starts going down. We become dysfunctional or paralyzed by anxiety. So very high stress is bad, and very low stress may lead to complacency, but there is something called optimal stress. So this part of the curve, we call it sort of good stress, though people use stress in a sort of a negative way, and good stress sounds paradoxical, but there is some degree of stress which is needed for psychological immunity. Now, just like physical immunity, psychological immunity is about resilience and about it sounds cliched, but I'm using the quote, what does not break you makes you. So what does not break you makes you. So in a way, the stresses which come in our life, they provide us some degree of resilience and robustness to face further stresses. So it does provide psychological immunity. I can give you a small example which I use with the children I work with, and they get it instantly when I explain it to them. So what I tell them is, if you take a rock and throw it hard, forcefully at the glass, I ask them what happens, and they tell me, oh, because you threw the rock, the glass broke. And then I ask them the next question: if you take the same rock and with the same force, you throw it at the wall, what happens? And they say, oh, nothing happens, or maybe a small dent, but nothing happens. Then it instantly clicks for them that it's not to do with the rock at all. It is to do with the brittleness of the glass and the robustness of the wall. So if you look at it in a symbolic way, that the rock is the stresses from outside, then what we need to do as people is move from being a brittle, fragile glass to being a robust wall. Now, some people are just born tremendously resilient, and some people aren't, but we can build our resilience. It's not something set in stone. But that's a completely different topic for another day, where we can talk about resilience. But this is just touching on it, saying how we can build up our resilience by adaptive coping mechanisms, not maladaptive coping. I'm not talking of alcohol or resorting to smoking or alcohol or things like that. Even that is a coping mechanism, but I don't see that as an adaptive coping mechanism. So there are coping mechanisms which can help deal with this stress. So that's a little bit about the seesaw effect of stress and resilience. If the stress from outside outstrips our internal coping mechanism, the stress outstrips our internal coping mechanisms, we decompensate.
But if our internal coping mechanisms are more than the stress, we can surmount it. So what else did I want to say? Just a minute, I've got a few points here to jog my memory. Let me go through it. A little bit about, I'll touch a little bit on death. Now, those who are unwell with COVID cannot even see the faces or even the compassionate eyes of the nurses or the doctors who are looking after them. Now, that is a very, very alienating experience. It's very sad. So you can imagine how bad it is. I have heard that people who die of COVID are bidding goodbyes to their near and dear ones through Skype. I have heard that trucks and even a common. Now, it is very difficult for people who are left behind, who do not have a chance to go through a funeral ceremony. It's a rite of passage. Funeral is a rite of passage, and it marks an event. So it gives a closure, a closure for that. So if there is no closure, you're left with a sense of incompleteness, like you haven't actually, there's a sense of disbelief that it's not happened, because it's very difficult to get to terms with it. So death can be a very difficult experience for the person dying, because it's a very isolating and alienating experience, and for the people who lose them. So I'm expecting, again, it's an informed guess, I'm expecting more people to come with bereavement issues and grief related issues in future in the post-COVID situation. The other thing briefly I wanted to touch about was quarantining. I stay in Sheffield in England, and in Sheffield, very close to where I live, 10 miles away, there's a village called Eyam. Now, Eyam village is a model village because around 350 years ago, it was afflicted by plague. And around 70% of the population got wiped out. 260 people got wiped out of 350 people. But what they did was they quarantined the whole village. Nobody was allowed to come in and nobody was allowed to go out. And it was seen as a model of sacrifice because of their quarantining, they protected the whole country from plague. They did not spread the plague to neighboring villages or any other cities in the country. So it is seen as a model of sacrifice. So what I'm trying to get across, the message I'm trying to get across is, when we isolate ourselves or distance ourselves, we are not only protecting ourselves, but we are protecting other people too. It is a big thing. And I would prefer to call it physical distancing rather than social distancing, because physical distancing, I've only physically distanced myself. I've not socially distanced myself. I'm socially connected to the entire world today with Manoj from Malaysia and Baiju from Canada and all you people from whichever parts of the world. So I'm socially connected. So I would prefer the term physical distancing rather than social distancing, because we are connected socially. And quarantining is important. The last thing I wanted to say was, before I wind up my my talk, is the time that we have now. It's very, very precious. Time is the biggest resource we have, it's a non-negotiable resource, and it is a great leveler. And in our busy lives, we are missing out on a lot. I would never have wanted COVID to happen, never have wanted this to happen, and never wanted the world to have come to this stage. But that said, now that we have more time in our lives and we have slowed down a little bit, why don't we catch up on things which we have missed out on and procrastinated? So make use of most of the time that you have, and have a personal commitment towards each day to make the most of it. There's lots of information coming about COVID everywhere, whether it's WhatsApp or Facebook or social, everywhere it's COVID information. And sometimes I find it repetitive. You've got to go through the whole thing to find that you've not learned anything new. It's the same thing all over again and again. So it's like the law of diminishing returns. There's nothing new you're getting out of it. You're just working yourself up into a frenzy. There is no point in it. There's lots of time. Bond with people, connect with people, try to make the most of it. Don't let anxiety take over your lives. That's all that I've got to tell you. There's a lot more I can talk about, but in the time that I have, this is the best I can do. Thank you for inviting me, you guys, and thank you for this opportunity. താങ്ക് യു സീന. നല്ലൊരു ഇന്റർവെൻഷനാണ് സീന നടത്തിയത്. കാരണം നമ്മളിപ്പോഴും ഡിസ്റ്റൻസിങ്, ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടൊരു ഡിസ്റ്റൻസ്ഡ് ആണെന്നൊരു തോന്നലുണ്ട്.
അതേസമയം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നതും ഈ സമയത്താണ്. നമസ്കാരം, എൻ്റെ പേര് ബൈജു. ഞാൻ കാനഡയിലെ ആൽബർട്ടയിലെ മക്യുവാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്ന് രണ്ടായിട്ട് അതിനെ തരംതിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ എങ്ങനെയാണ് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും അഭിമുഖീകരിക്കുന്നതും. രണ്ടാമതായിട്ട് ഈ ലോക്ക്ഡൌണിന് ശേഷം ഈ കോവിഡ് എല്ലാം കുറച്ച് കൺട്രോൾ ആയതിനു ശേഷം ലോങ് ടൈമിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഈ രണ്ടുമാണ് ശക്തം എനിക്ക് തോന്നുന്നു. നമ്മള് മറ്റ് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെല്ലായിടത്തെയും ഇതുപോലത്തെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരു സമൂഹത്തിന്റെ ഒരു ശ്രേണികൾ, അതായത് ഡിഫറെന്റ് ക്ലാസസും കേരളത്തിലെ കോൺടെക്സ്റ്റ് കാസ്റ്റ് ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ശ്രേണി തരത്തിലുള്ള ഒരു വിശകലനമായിരിക്കും നമുക്ക് കുറച്ച് ആളുകൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഏറ്റവും മുകളിലുള്ള നമ്മൾ അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ, അപ്പർ ക്ലാസ് ഞാൻ പറയുമ്പോൾ കേരളത്തിലെ പശ്ചാത്തലത്തിൽ കുടുംബത്തിലെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ, എസ്റ്റേറ്റ് ഉള്ള ആളുകൾ, ഞാൻ അതിനകത്ത് തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള സർക്കാർ ജോലിയുള്ള ആൾക്കാരെയും പെടുത്തുകയാണ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 to 10% വരും. ഇവർക്ക് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സപ്ലൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് നാളെ കിട്ടുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതവരുടെ ലോങ് ടൈമിൽ മറ്റും കാര്യമായിട്ടൊന്നും ബാധിക്കാനായിട്ട് പോകുന്നില്ല. ഇനി ആ ശ്രേണിയുടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പറയുന്നത് നമ്മുടെ ഈ ഡെയിലി വേജ് ഏണേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് ഓരോ ദിവസവും ജോലിക്ക് പോയിട്ട് അന്നത്തെ അപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവരെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഏറ്റവും ഗൗരവമായിട്ട് ബാധിച്ചിട്ടുള്ള ആൾക്കാർ. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലുള്ള വരുമാനവും നിറച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ. ഇതിനിടയ്ക്ക് വരുന്ന ഒത്തിരി വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സ്വകാര്യ ജോലിക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ ഈ പറഞ്ഞ പോലെ വരുമാനം നിറച്ചിരിക്കുന്ന ആൾക്കാരാണ്. വേറൊരു പ്രധാനപ്പെട്ട വിഭാഗം കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരാണ്. കച്ചവടക്കാരുടെ വരുമാനം നിലച്ചെന്ന് മാത്രമല്ല, കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടുള്ള അവസ്ഥയുണ്ട്. വേറൊരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാമമാത്രമുള്ള കർഷകർ, മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയുന്ന കൃഷിക്കാരുണ്ട്. ഈ കൃഷിക്കാരിൽ തന്നെ രണ്ട് വിഭാഗത്തെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന വിഭാഗക്കാരാണ്. നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന വിഭാഗക്കാര് സത്യം പറഞ്ഞാൽ ഇപ്പൊ തേങ്ങ, കുരുമുളക്, ഏലം, റബ്ബർ, ഈ വിഭാഗത്തിനൊക്കെ താൽക്കാലികമായിട്ടുള്ള ചില ഇഷ്യൂസ് ലോക്ക്ഡൌൺ പീരീഡ് വരുമ്പോഴേക്കും ഒരു ലോങ് ടൈം നോക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു സിവിയർ ആയിട്ട് ഇവർ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവരുടെ വിളകൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളല്ല. മറിച്ച് ഇപ്പൊ കാർഷിക വിഭവങ്ങൾ കൃഷി ചെയ്യുന്നവർ, ഇപ്പൊ വാഴ, നെല്ല് തുടങ്ങിയ വിഭവങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി അധികമായിട്ടുള്ള ആഘാതം ഇതിലൂടെ ഏൽപ്പിക്കപ്പെടുന്നതാണ്. പിന്നെ പ്രൊഫഷണൽസ് വരുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, വക്കീലന്മാര്, അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ചെറിയൊരു ബിസിനസ്, ചെറിയതായിട്ട് പ്രൊഫഷണൽ സർവീസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെയും വരുമാനം നിലച്ചിരിക്കുകയാണ്. പക്ഷെ ലോങ് ടേമിൽ അവർക്ക് അവരുടെ ബിസിനസ്സിനെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു വിഭാഗമുള്ള സീസണൽ ആയിട്ടുള്ള ജോലിക്കാരാണ്. ഫോർ എക്സാമ്പിൾ നാടക പ്രവർത്തകർ. ഈ ജനുവരി തുടങ്ങി ഏപ്രിൽ വരെയാണ് കേരളത്തിലെ നാടക സീസൺ. ഈ വിഭാഗത്തിന്റെ മുഴുവൻ ഏണിങ്സും വരുന്ന ഈ പീരീഡിലാണ്. അതുപോലെയാണ് ഒത്തിരി കലാപ്രവർത്തകന്മാർ, സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന, സിനിമയുടെ ഒക്കെ പിന്നീട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ, ഇവരുടെ ഒക്കെ വരുമാനം അനുസരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ സമൂഹത്തിൽ ഏത് പ്രശ്നം വരുമ്പോഴും ഏറ്റവും അധികം അതിനകത്ത് അനുഭവിക്കേണ്ടി ഏറ്റവും താഴെയുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും അനുഭവിക്കേണ്ടിയിരിക്കുക. ദളിത് വിഭാഗം എന്ന് പറയുമ്പോഴേക്കും മത്സ്യബന്ധന മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നാമമാത്രമുള്ള കൃഷിക്കാർ, അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരാണ് ഇതൊക്കെ കുറച്ചും കൂടി കൂടുതൽ അനുഭവിക്കുന്നത്. ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ജാതി വ്യവസ്ഥയുടെ കോണ്ടെക്സ്റ്റ് പോലും ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഇതിനകത്തുള്ള രസകരമായുള്ള ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, വൈറസിന്റെ കാര്യത്തിൽ സാധാരണ അസുഖങ്ങൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ബാധിക്കുക സമൂഹത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ശ്രേണിയിൽ താഴെയുള്ളവരാണെങ്കിലും ഈ വൈറസിന് അതിനൊരു നോട്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കാനഡയിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്കാണ് ആദ്യം പിടിച്ചത്. ബ്രിട്ടനിൽ പ്രധാനമന്ത്രിക്ക് പിടിച്ചു. അപ്പൊ വൈറസിന് അങ്ങനത്തെ നോട്ടം ഇല്ലെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം വരുമ്പോൾ അത് അനുഭവിക്കുന്നത് ഏറ്റവും താഴ്ത്തട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ വേറെ ഇന്ത്യൻ കോൺടെക്സ്റ്റ് പറയുമ്പോൾ വേറെ രസകരമായ കാര്യം എന്നുള്ളത്,
വൈറസ് കൊണ്ടുവന്നത് മധ്യവർഗക്കാരും അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്ത ആൾക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഇമിഗ്രന്റ് ലേബേഴ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഷോർട്ട് ടേം പീരീഡിൽ നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം സർക്കാരിന്റെ നിതാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്നുള്ളതാണ്. കേരളം ആ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണം ആവശ്യമായ സർവീസ് എൻഷുർ ചെയ്യുക, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഇതിനാണ് ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത്. ഇപ്പൊ കാനഡയില് മിനിഞ്ഞാന്ന് ഞങ്ങളുടെ പാർലമെന്റ് പാസ്സാക്കി കൂടിയിട്ട് $78 ബില്യൺ ഈ വേജ് സബ്സിഡി കൊടുത്തത്. അതായത് ഒരു എംപ്ലോയിയെ നിലനിർത്തി കഴിഞ്ഞാൽ ആ ബിസിനസ് ഗ്രൂപ്പിൽ ആ എംപ്ലോയിക്ക് നൽകുന്ന ശമ്പളത്തിന്റെ 70% സർക്കാർ കൊടുക്കും. അതിനുള്ള നിയമം പാസ്സാക്കി. ഇപ്പൊ കേരളത്തിൽ അത് നേരിട്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എക്കോണമിയെ പാർഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തിക പാക്കേജാണ് സർക്കാർ കൊടുത്തത്. രണ്ടാമതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വിഭവ സമാഹരണമാണ്. അത് പ്രാദേശിക രണ്ടു തരത്തിൽ വിഭവ സമാഹരണം നടക്കുന്നുണ്ട്. ഒന്ന് കുടുംബത്തിലും മറ്റൊന്ന് പ്രാദേശികമായിട്ട്. കുടുംബത്തിൽ നടക്കുന്നത് ഇപ്പോൾ ആൾക്കാർ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുള്ള പ്രദേശ വിഭവങ്ങളൊക്കെ സമാഹരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ടേം വന്നിട്ടുള്ളത് ന്യൂ നോർമൽ എന്നുള്ളതാണ്. ഈ ന്യൂ നോർമല് കേരളത്തിലായാലും ലോകത്ത് എല്ലാവരും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച പുള്ളി പറഞ്ഞത് സാമ്പാർ വയ്ക്കാനായിട്ട് എന്തോ 2 കഷ്ണങ്ങളില്ല. സ്വാഭാവികമായിട്ടും പണ്ടൊക്കെയാണെങ്കിൽ കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചു കിട്ടും. ഇപ്പൊ ഇന്ത്യൻ ഐറ്റംസ് ഇല്ലാണ്ടും സാമ്പാർ വയ്ക്കാം എന്ന് പറയുന്ന ഒരു ന്യൂ നോർമൽസി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ സംഭവിക്കുന്ന വേറൊരു മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒന്ന് സർക്കാരിന്റെ ഇടപെടൽ, 2 വിഭവ സമാഹരണം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ന്യൂ നോർമലിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു പുതിയ ജീവിത ശൈലിയാണ്. ഒരു മുണ്ടുമുറുക്കിയൊടുക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് ഇതുവരെ തുടർന്നു വന്നിരുന്ന ജീവിതത്തിന്റെ ചോയ്സസ് കുറഞ്ഞിരിക്കുകയാണ്, ലക്ഷറി കുറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് സൈഡ് ഇതിനകത്തുള്ളത് താരതമ്യേന ചെലവുകൾ കുറഞ്ഞിരിക്കുക. ഇപ്പോൾ ഒന്ന്, വണ്ടി എടുക്കാത്തത് കൊണ്ട് വണ്ടിയുടെ ബന്ധപ്പെട്ട ചെലവുകളില്ല. 2, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അത്തരത്തിലുള്ള കൺസംഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. മറുവശത്ത് ഈ ലക്ഷറി ഇല്ലെന്ന് പറയുമ്പോഴും ചില എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികൾക്കും വൃദ്ധർക്കും പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം ആവശ്യമായിട്ട് ആളുകൾക്കുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ഇപ്പോൾ പല പാക്കേജസും കൊടുക്കുമ്പോൾ, അതായത് സർക്കാരിന്റെയും പൊതുജന പ്രവർത്തകരുടെയും ഭാഗത്തുള്ള ഗ്രൂപ്പിലെ ഇപ്പോൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് പോലുള്ള കാര്യങ്ങളുടെ അത് ലക്ഷറി ആണോ എസെൻഷ്യൽ ആണോ വേറെ ക്വസ്റ്റ്യൻ, അഭാവം എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളതാണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ 1 മാസമോ 2 മാസമോ ഉള്ള പീരീഡിൽ നമ്മൾ ഈ ന്യൂ നോർമൽ സിറ്റുവേഷനെ തരണം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിൽ, നഗരത്തിലൊക്കെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാർ, അതുപോലെ നേരത്തെ പറഞ്ഞ സമൂഹത്തിന്റെ ശ്രേണിയിലേക്ക് താഴെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇതിന്റെ അവസ്ഥകൾ കുറച്ചുകൂടി ഭീകരമായിട്ട് അനുഭവിക്കൊണ്ടിരിക്കുക. രണ്ടാമത് ചിന്തിക്കേണ്ടത് ലോങ് ടേം സിറ്റുവേഷൻ ആണെന്നതാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന ഒരു സാമൂഹിക സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് ആൾക്കാർ തരണം ചെയ്യാൻ വേണ്ടി പോവുക. ഇതിനകത്ത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ഥിര ജോലിയുള്ള സർക്കാർ ആൾക്കാർ ഉൾപ്പെടെ വെക്കുന്ന ആൾക്കാർ, അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു കണ്ടിലുള്ള ആൾക്കാർ, അതായത് ഏറ്റവും താഴെയുള്ള ഏത് ജോലിയും എടുത്തുകൊണ്ട് അന്നന്ന് തക്കം കൊണ്ടുപോകുന്ന ആൾക്കാർ, ഇവർ ബാധിക്കുമെങ്കിലും, അതായത് ദിവസ കൂലിക്കാരായിട്ടുള്ള ആൾക്കാർ, ഏത് ജോലി എങ്ങനെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഈ ഭാഗത്തിലെ ആൾക്കാർ, അവർക്ക് ഈ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞു വരുന്ന പീരീഡിൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് അവർക്ക് കാര്യങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ അവരുടെ വർക്കിലേക്ക് റെസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പീരീഡിലുള്ള നഷ്ടങ്ങൾ എങ്ങനെയായിരുന്നു വരും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഭാഗം ഈ IT സെക്ടർ പോലുള്ള വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കേരളത്തിലെ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ തൊഴിൽ മിക്കവാറും ഇന്റർനാഷണൽ മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ US ബന്ധപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത്. മാത്രമല്ല ഈ IT സെക്ടറിലൊക്കെ നമുക്ക് ഓർഗനൈസ് സെക്ടറിലുള്ള പോലെയുള്ള സജീവമായിട്ടുള്ള ലേബർ ലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ശമ്പളം വാങ്ങിച്ച് വർക്ക് ചെയ്യുന്ന ഏറ്റവും എംപ്ലോയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 25 to 40 ഏജിലുള്ള ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പിലെ ആൾക്കാർ
ആൾക്കാരുടെ തൊഴിലിന്റെ സ്ഥിരതയുടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെങ്ങനെ നേരിടും എന്ന് ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒരു കാര്യം എന്നുള്ളത്, ഈ തൊഴിലിന്റെയും ബിസിനസിന്റെയും ആയിട്ടുള്ള മേഖലയിൽ നമ്മൾ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ മതിയാകും. കഴിഞ്ഞ 3 വർഷക്കാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള 2 വെള്ളപ്പൊക്കങ്ങളും ഈ കോവിഡും മൂലം ഒരു ന്യൂ നോർമൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കാം, ജോലിക്ക് ബിസിനസ്സും തടസ്സം നേരിടാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റങ്ങൾ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ ഒരു കാര്യം, കച്ചവടക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. 2, ഈ തൊഴിൽ മേഖലയിൽ ഇതുപോലത്തെ ക്രൈസിസ് വന്നാലും നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും നോളജും കോമ്പറ്റൻസും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞതിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, കേരളത്തിലൊരു കൺസൾട്ടന്റ് ആണ് അദ്ദേഹം, ബിസിനസ് കൺസൾട്ടന്റ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എഡക്സ് വഴി US കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെയുള്ള നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഈ ജോലിയുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ കൂട്ടായ്മയാണ്. അത് ഒരുമിച്ചിരുന്ന് പാടത്ത് പണിയെടുക്കുമ്പോഴാണെങ്കിലും ഓഫീസിൽ പണിയെടുക്കുമ്പോഴാണെങ്കിലും ആൾക്കാർ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ഈ അനുഭവം മിസ്സിംഗ് ആണ്. അത് ശരിക്കും ഒരു സോഷ്യൽ സ്ട്രെസ് കൂടിയാണ്. അതിന് പകരം വെക്കാനായിട്ടുള്ള ഒരേ ഒരു സാധ്യത ഈ കൂട്ടായ്മയുടെ അനുഭവം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. അത് എത്ര എളുപ്പമല്ലെങ്കിൽ പോലും. 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഒന്ന്, ഈ ഞാൻ ഇത്രയും പറഞ്ഞാലൊക്കെ ഒരു ഫോർമൽ എക്കോണമിയുടെ അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടാക്ട്സിനെ കുറിച്ചാണ്. നമുക്ക് സജീവമായിട്ട് വേറൊരു ഇൻഫോർമൽ എക്കോണമി കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചിട്ടി, അല്ലെങ്കിൽ അതുപോലെ സ്വയം സഹായ സംഘങ്ങളുള്ള കടം വാങ്ങിക്കലൊക്കെ. ഈ കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ഒരു നിയമസാധ്യത കൊണ്ടുവരാൻ പറ്റത്തില്ല. നിയമസാധ്യത ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ സാധ്യമല്ല. ഇവിടെയെല്ലാം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരമുള്ള ഒരു മാനുഷിക ഇടപെടൽ മാത്രമാണ് സാധ്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. വേറൊരു കാര്യം, കേരളത്തില് ഒരു ഫാമിലി ഫംഗ്ഷൻ വലിയ സംഭവമാണ്. കല്യാണങ്ങൾ, അതുപോലെ ചടങ്ങുകളൊക്കെ. അതിനുവേണ്ടി സ്വരുക്കൂട്ടുള്ള ധാനം, അതിനോട് വാങ്ങിച്ചിട്ടുള്ള വായ്പകൾ, പ്ലാനിങ് എല്ലാം താറുമാറാവുന്ന അവസ്ഥയാണ്. ഇതും മാനുഷികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോക്ക്ഡൌൺ പീരീഡിലും അതിനുശേഷം വരുന്ന പീരീഡിലും ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ ഇരിക്കുകയും നമ്മുടെ ബിസിനസിന്റെയും തൊഴിലിന്റെയും നൈപുണ്യങ്ങളും കഴിവുകളും മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളതിനെ ഉയർത്തുകയും ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള പോംവഴി എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ഡോക്ടർ ബൈജു, താങ്ക് യു. വളരെ വിശദമായി തന്നെ സമൂഹത്തിന്റെ പല വിഭാഗങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അതുപോലെ നമ്മളെല്ലാം എല്ലാ ഫീൽഡിലും ഒരു ന്യൂ നോർമൽ ഫേസ് ചെയ്യുകയാണ്, ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലേക്ക്. അപ്പൊ ഈ ന്യൂ നോർമലിന്റെ ചലഞ്ചസ് എന്താണ് എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഇപ്പൊ നടത്തിയ ഇന്റർവെൻഷന് നന്ദി. ഇനി 4ാമത്തെ നമ്മുടെ പാനലിസ്റ്റ് ഡോക്ടർ മിലു മറിയ ആൻഡോ ആണ്. അപ്പൊ ഈ കോവിഡിനോട് സംബന്ധിച്ച് പലതരത്തിലുള്ള വിഷാദാവസ്ഥകള്, വിഷാദ രോഗങ്ങളും ഇതെല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ പലർക്കും ഉറക്കമില്ലായ്മ. കേരളത്തെ പോലൊരു സംസ്ഥാനത്താണെങ്കിൽ മദ്യനിരോധനം കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ മിലു വളരെ നീണ്ട കാലത്തെ പരിചയം ഈ മേഖലയിലുള്ളതാണ്. ഞാൻ ഡോക്ടർ മിലുവിനെ സ്വാഗതം ചെയ്യും. ഞാൻ ഡോക്ടർ മിലു മറിയ. എനിക്ക് തോന്നുന്നു ഈ പാനലില് കേരളത്തിൽ നിന്നുള്ള ആള് ഞാൻ മാത്രമാണ്. കേരളത്തിന്റെ അവസ്ഥകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ 3.5 വയസ്സുകാരിയായ എൻ്റെ താഴെയുള്ള കൊച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിക്കും, അമ്മ കൊറോണ വൈറസ് പോയോ എന്ന് ചോദിക്കും. അപ്പം 3 വയസ്സുള്ള ഒരു കൊച്ചു മുതല് 80-90 വയസ്സ് വരെയുള്ള ആൾക്കാരെ മുഴുവൻ ഒരു കുഞ്ഞു വൈറസ് ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് നമ്മളുടെ കുടുംബങ്ങളെ, സമൂഹത്തെ എത്രമാത്രം മറ്റ് തലങ്ങളിൽ അത് ബാധിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. ഇപ്പം എനിക്ക് ഞങ്ങൾ ടെലി കൗൺസിലിംഗ് വഴി ഒരുപാട് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഏതാനും അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്ന സംശയങ്ങൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഒരു ലോക്ക്ഡൗൺ എന്നുള്ള ഒരു സിറ്റുവേഷൻ മുൻപ് എടുത്തു നോക്കാം. അപ്പോൾ ഒരു പ്രീ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ പല കുടുംബങ്ങളിലും നമ്മുടെ
ക്വാളിറ്റി ഫാമിലി ടൈം എന്നുള്ള സംഭവം പ്രാക്ടീസ് ചെയ്യാൻ പറ്റാണ്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഒരുപാട് കോളുകളും പല പേഷ്യൻസും പല ഫാമിലികളിൽ നിന്നുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മൾ ഡീൽ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ അന്ന് അവരെ ഉപദേശിക്കും, നിങ്ങൾ ഒരു 1 hour ഫാമിലിക്ക് വേണ്ടിയിട്ട്, എത്ര ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിലും എത്ര വലിയ പ്രൊഫഷണൽസ് ആണെങ്കിലും നമ്മളെ ഫാമിലിയിൽ ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ക്വാളിറ്റി ഫാമിലി ടൈം പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് പലരും കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, ഈവൻ ഞാൻ പോലും കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ വർക്ക് ഷെഡ്യൂളിന്റെ അകത്ത് ഒരു 1/2 hour ഒരു 1 hour നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ടൊക്കെയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഡൻലി ലോക്ക്ഡൌൺ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് ഫാമിലിയിലോട്ട്. ഇനീഷ്യലി അത് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആ ഒരു സമയം ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങള് വർക്കിന്റെ ക്ലോസിംഗ് പീരീഡ് ഒക്കെ ആയപ്പോ എല്ലാവരും ആദ്യത്തെ 2-3 ദിവസങ്ങൾ കുറച്ച് ഞെട്ടിപ്പോയി. പക്ഷെ അതേസമയം അപ്പുറത്ത് നമ്മളുടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വലിയ സന്തോഷമായി. കാരണം അപ്പം പക്ഷെ എക്സാംസ് പകുതി വഴിക്ക് നിർത്തേണ്ടി വന്ന ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട്. അതായത് 10th എക്സാം പകുതിയായപ്പോൾ നിർത്തേണ്ടി വന്നു. പ്ലസ് 2 എക്സാംസ്, ബോർഡ് എക്സാംസ് എഴുതുന്ന കുട്ടികൾ, ഡിഗ്രി എക്സാംസ്, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർ, അത് ഫാമിലിക്ക് ഒരു വലിയ ആഘാതമായി. പാരന്റ്സ് പലരും അപ്പൊ തന്നെ വിളികൾ തുടങ്ങി. കാരണം ഇനി ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം വലിയ ആശങ്കയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി ക്വാളിറ്റി ഫാമിലി ടൈം എന്നുള്ള വിഷയം മുന്നോട്ട് വരികയുണ്ടായി. ഫാമിലീസ്, ഞാൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഫാമിലി ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. കാരണം അത് അംഗീകരിക്കാതെ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ലോക്ക്ഡൌൺ എന്നുള്ളത് നമ്മളെല്ലാവരും ഫോളോ ചെയ്തേ മതിയാവൂ എന്നുള്ളത് ഒരു വളരെ നിയമപരമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് ചലന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് വീടിനകത്തുള്ള ക്വാളിറ്റി ടൈം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എല്ലാവരും ആലോചിച്ചു. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ്, അതിനെ പറ്റിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങൾ, ഒരുപാട് പേര് അതെങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്തു എന്നുള്ളതിന്റെ അപ്ലോഡിങ്, ഇതൊക്കെ കണ്ട് മലയാളികൾ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം അത് ഇങ്ങനെ പ്രൊലോങ് ചെയ്യേണ്ടി വരും എന്നുള്ള ചിന്തകള് പിന്നീട് ഒരു മടുപ്പിലേക്ക് പോകാനിടയായി. ഇപ്പൊ ആ ഒരു ആങ്സൈറ്റിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഇതിനൊരു എൻഡ് എപ്പോഴാണ് എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് കുട്ടികൾ മുതലുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ടെലി കൗൺസിലിങ്ങുകളും അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്ന ക്ലയൻസ് ഉണ്ട്, നമ്മളുടെ സുഹൃത്തുക്കൾ കാണുന്ന ക്ലയൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ അനുഭവങ്ങളും റിപ്പോർട്ടുകളും പറയുകയാണെങ്കിൽ കുട്ടികൾ ഓൾറെഡി ഒരു വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് അവരുടെ ഹോബീസ് ചെയ്യേണ്ടി വരിക, അതും നിർബന്ധിത വ്യവസ്ഥിതിയിൽ. ആദ്യം അത് സന്തുഷ്ടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു നിർബന്ധിത വ്യവസ്ഥയായിട്ട് മാറി. കുട്ടികൾക്ക് അത് എൻജോയ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് അത്ര എൻജോയ്മെന്റ് അല്ല എന്നുള്ളത് അവരുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പല ഫാമിലിയിൽ അത് വലിയ വിഷയമല്ല. പക്ഷെ കുറെ ഫാമിലീസിൽ നിന്ന് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കുട്ടികള് പുതിയ പുതിയ ഗെയിമുകളോ അല്ലെങ്കിൽ പുതിയ പുതിയ ആർട്ട് വർക്കുകളിലേക്കൊക്കെ തിരിച്ചുവിടാനായിട്ട് പാരന്റ്സും ഒക്കെ വളരെ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. എങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള അവസ്ഥകൾ കൂടി, അതുപോലെ തന്നെ അകാരണമായ ദേഷ്യം, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇവ കൂടി. മാത്രമല്ല TV തുറന്നാൽ നമുക്കറിയാലോ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 30+ ഉള്ള ജനറേഷനേക്കാളും ഇപ്പോഴത്തെ അതിന് ബിലോ ആയിട്ടുള്ള ജനറേഷൻ, കേരളത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് എപ്പോഴും ഒരു ക്രൈസിസ് എപ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്കാണ്. കാരണം നേരത്തെ മറ്റ് സ്പീക്കേഴ്സ് സൂചിപ്പിച്ച പോലെ ഫ്ലഡ് ഒരു വലിയ അവസ്ഥയായിരുന്നു. പക്ഷെ ഫ്ലഡിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. ഫ്ലഡിന്റെ ക്വാളിറ്റീസ് അല്ല ഇപ്പൊ ഇവിടെ നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സോ അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ്സോ അല്ല ഇപ്പൊ വന്നിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോ പാരന്റ്സും കുട്ടികളും കൂടെ വീടിനകത്തിരുന്ന് ചെയ്യുന്ന പ്ലാനുകളും ഒക്കെ ചിലപ്പോൾ ഇൻഎഫക്റ്റീവ് ആയി പോകുന്നു. കുട്ടികളെ ഈ പറഞ്ഞ അകാരണമായിട്ടുള്ള പേടി എന്നുള്ളത്, കാരണം ഇവര് TV തുറക്കുമ്പോൾ കാണുന്നത് കോവിഡ് അല്ലെങ്കിൽ കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന മരണങ്ങള്, ഇത് എങ്ങനെ സംസ്കരിക്കുന്നു, അതല്ലെങ്കിൽ ഇത് എങ്ങനെ ആൾക്കാരെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള കുറെ ന്യൂസുകളാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അകാരണമായ മരണഭീതിയിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് കുറെ കുട്ടികൾക്കെങ്കിലും. ഇനി അഡോളസെന്റ് പീരിയഡിന്റെ അവിടേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്നുള്ള സംഭവം, സോഷ്യൽ ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് അത്ര ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ല. പല കൊണോട്ടേഷനിലും അത് ആപ്റ്റ് അല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അഡോളസെന്റ് പീരിയഡ് മുതൽ നമ്മൾ മുകളിലോട്ടുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ
നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള കണക്ഷനും പുതിയ റിലേഷൻഷിപ്സ്, പുതിയ ബന്ധങ്ങൾ, കൂടുതൽ സമയം സ്ക്രീൻ വ്യൂയിങ്ങിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളുടെ ഒരു കേരളത്തിന്റെ സിറ്റുവേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ അനധിവിദൂര ഭാവിയിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ അഡിക്ഷൻസ് പോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ കുറവായിരുന്നു. അത് ഗെയിം അഡിക്ഷൻ പോലെ. ഞാൻ 2006 പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ ഒരു കേസ് ഗെയിം അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് UK എന്നുള്ളൊരു മലയാളി കേസാണ്. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചിരുന്നു ഇത് ഇങ്ങനെ ഇത്രയും മാത്രം അഡിക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടോന്ന്. 2010 ഒരു മലയാളി കേസ് ഞാൻ കാണുന്നത്, ഒരു ഗെയിം അഡിക്ഷൻ എന്നുള്ള പക്ക അഡിക്ഷൻ കേസ്. അപ്പൊ അതുപോലെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇനി വളരെ കോമൺ ആവാനുള്ള ഒരു സാമൂഹികമായിട്ടുള്ള സ്ഥിതി ഇപ്പൊ നമുക്ക് ഉണ്ട്. പിന്നെ പലരും പലതരത്തിലാണ് ഇതിനോട് ബിഹേവ് ചെയ്യുന്നത്. ചിലർ ടൂ മച്ച് വിഡ്രോൺ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ ടൂ മച്ച് ഓവർ ഇൻവോൾവിംഗ് ആയിട്ടാണ്. അവർക്ക് ആങ്സൈറ്റി കാരണം ആരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ആരെയൊക്കെയായിട്ടാണ് അടുത്തിരിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ചിലർ അതൊരു ആങ്ഷ്യസ് ആയിട്ടുള്ള ബിഹേവിയറിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലര് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങള് വീട്ടില് കുട്ടികളാണെങ്കിലും അഡോളസെന്റ് പോപ്പുലേഷനിലുള്ള ആൾക്കാരാണെങ്കിലും അഡൾട്ട്സ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അകാരണമായ ദേഷ്യം, കഠിനമായ ദേഷ്യം. എന്തിനാണ് അതിന് റീസൺ അറിയുന്നില്ല, അതിന്റെ കാരണം അറിയുന്നില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ കൂടുന്നു. ഇനി ഭാര്യ ഭർത്തൃ ബന്ധം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയോ ഒരു അവസ്ഥയിൽ, ഇപ്പൊ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് പുതിയ റിപ്പോർട്ടുകൾ ഉണ്ട്, ഗാർഹിക പീഡനങ്ങളുടെ എണ്ണം കൂടി, കപ്പിളിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൂടി, ഡൈവോഴ്സ് റേറ്റ് ഓൺ ദ റൈസ് എന്നുള്ള കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരുമിച്ച് ഇത്ര അധികം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തൊരു സമയം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഒരാളുടെ കുറവ് മറ്റയാൾ കാണുന്നുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഒരാൾക്ക് ഉള്ള അധിക പോസിറ്റീവുകളെ മറ്റൊരാള് പെർസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ അത് അകാരണമായ കുറ്റപ്പെടുത്തലുകളിലേക്കും ഓവർ ഇൻവോൾവിങ് ആയിട്ടുള്ള പാരന്റിങ്ങിലേക്കും ഒക്കെ പോകാനായിട്ട് സമയം കിട്ടുന്നു. കാരണം അതൊക്കെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റും കൂടെയാണ്. ഓരോരുത്തർ എങ്ങനെയാണ് എന്നുള്ളതിന്റെ റിഫ്ലക്ഷൻസ് ഇപ്പൊ ഫാമിലിയിൽ വളരെ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി ക്വാളിറ്റി ടൈം എന്നുള്ള സംഭവം നമുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കുറെ അവസ്ഥ കൊണ്ട് അത് നെഗറ്റീവായിട്ട് പോകുന്നു. പിന്നെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ വരുന്ന കോളുകളിൽ കുറെ ഡൈവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് നിൽക്കുന്ന കുറെ കേസുകളാണ്. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നു, ഭാര്യ നാട്ടിലാണ്. പക്ഷെ ഇവർ തമ്മിൽ ഓൾറെഡി കുറെ ക്രൈസിസുകൾ ഉണ്ടായിരുന്നു. ഇവര് സൈക്കോതെറാപ്പി അണ്ടർഗോ ചെയ്യാനിരിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസ് അണ്ടർഗോ ചെയ്യാനിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിനുള്ള ചാൻസ് ഇല്ല. സോ ആ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റൻസിങ് കൊണ്ട് തന്നെ ഇതുപോലുള്ള ഡൈവേഴ്സ് കേസുകളിലെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫാമിലി ക്രൈസിസുകൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഒരു സൈഡിൽ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. വേറെ നമുക്ക് കിട്ടുന്ന, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ കണ്ടീഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിറിയാട്രിക് പോപ്പുലേഷൻ, ഓൾഡ് ഏജ് വയോജനങ്ങളുടെ ഒരു പോപ്പുലേഷൻ എന്നുള്ളത് വളരെ ഓവർലോഡഡ് ആണ് ഇവിടെ. മാത്രമല്ല ഇവരുടെ പലരുടെയും മക്കള് വിദേശത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇവരിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തില് ഈ പറഞ്ഞ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെ സഹായിക്കാൻ ആരുമില്ല. ഇവരെ ബന്ധുക്കളായിട്ട് നമുക്ക് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ബേസിക് ആയിട്ടുള്ള നീഡുകളും അതല്ലെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ആങ്സൈറ്റീസും സോൾവ് ചെയ്യാൻ മക്കൾക്ക് പറ്റുന്നില്ല. മാത്രമല്ല പലരുടെയും മക്കള് വിദേശത്ത് കുടുങ്ങി കിടക്കുകയാണെന്നുള്ള ഒരു ന്യൂസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആങ്സൈറ്റി ലെവൽ വളരെ ഹൈ ആണ്. മാത്രമല്ല പലരും ഓൾറെഡി അണ്ടർ ട്രീറ്റ്മെന്റിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായങ്ങൾ പ്രോപ്പർ ആയിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നല്ല സേവനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ കാണുന്ന ഈ കുറച്ച് റൂറൽ ഏരിയാസിലും അതല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ അവസ്ഥകൾ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ആൾക്കാരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇനി വേറൊരു വലിയ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഡെത്ത് ഓഫ് പേരൻസ്. അത് മക്കള് വിദേശത്താവണം നിർബന്ധമൊന്നുമില്ല. ബാംഗ്ലൂര് അതല്ലെങ്കിൽ ചെന്നൈയിൽ പോലുള്ള ആൾക്കാർക്ക് ഈ ക്വാറന്റൈൻ എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് പലരെയും ഈ പറഞ്ഞ ബോർഡർ കടത്തി വിടുന്നില്ല. പലർക്കും പാരന്റ്സ് ഡെത്ത് അല്ലെങ്കിൽ അവരുടെ ഫ്യൂണറൽ ഇതൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല.
അപ്പൊ അത് വളരെ വലിയ മാനസിക ആഘാതങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പലർക്കും അത് പറ്റുന്നില്ല. പലരും അത് ഒരു നേരത്തെ ഡോക്ടർ സീന പറഞ്ഞ പോലെ ഒരു ഗ്രീഫ് എന്നുള്ള ഒരു സ്റ്റേറ്റില് അത് പ്രൊലോങ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ഇത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങള് ഗാർഹിക പീഡനങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ള ന്യൂസുകളാണ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. പലരും വീടിനകത്ത് കൺഫൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ മറ്റുള്ളവരെ പഴി പറയാനും വെർബൽ ആയിട്ടുള്ള അബ്യൂസസും ഫിസിക്കൽ ആയിട്ടുള്ള അബ്യൂസസും കൂടുതലാണ്. അതിലൊരു പ്രധാന കാരണം കേരളത്തിൽ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ നമ്മളുടെ മദ്യനിരോധനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അധികരിച്ച പോലെയുള്ള അവസ്ഥ ഉണ്ടായി. കാരണം മദ്യം കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ്, അതല്ലെങ്കിൽ മദ്യത്തിനുള്ള ആസക്തി മൂലം ഉണ്ടായിട്ടുള്ള രോഗാവസ്ഥകൾ, ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മളൊരു മുൻ കരുതലെടുത്തിട്ടൊന്നുമല്ല മദ്യം കിട്ടാത്ത അവസ്ഥകളിലേക്ക് ആൾക്കാർ പോയത്. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു. കുടുംബങ്ങളിൽ അതിന്റെ റിഫ്ലക്ഷൻസ് വളരെ വലുതായിരുന്നു. ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പലപ്പോഴും ഇത് എന്താണ്, ഇവർക്ക് കടന്നു പോകുന്ന അവസ്ഥ എന്താണ്, ഇത് രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണോ അറിയില്ല. കാരണം ഇത് വളരെ കാണുന്ന ആൾക്കാർക്ക് വളരെ മാഡ് ആയിട്ടുള്ള കുറെ ബിഹേവിയർ പോലെ തോന്നുന്നുള്ളൂ. കാരണം ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നത് മാത്രമല്ല, ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന വേറെ ഒരു പ്രശ്നമാണ് ചൈൽഡ് അബ്യൂസ് പോലെയുള്ള കേസുകൾ, ഇൻസെസ്റ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ അധികരിക്കും എന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല. കാരണം എല്ലാവരും വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒട്ടും ചലന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അതിനകത്ത് മൂടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം എനിക്കറിയാം, ആസ് എ ടീച്ചർ, ആസ് എ കൗൺസിലർ, ആസ് എ സൈക്കോതെറാപ്പിസ്റ്റ്, നമ്മളുടെ അടുത്ത് ഒരുപാട് കേസുകൾ, ഈ പറഞ്ഞ അബ്യൂസ് കേസുകൾ ഇഷ്ടംപോലെ വന്നിരുന്നു. അത് പാരന്റ് ആവാം, അതല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം, ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന മറ്റു വ്യക്തികളാവാം. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഈ പറഞ്ഞ സാഹചര്യത്തിൽ അതൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഒരു ഓൾ ഓഫ് എ സഡൻ വന്നിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും പല റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സ്റ്റഡീസ് ഓൺഗോയിങ് ആണ്. കാരണം പലതും നമുക്ക് മറ്റു തരത്തിലുള്ള ആങ്സൈറ്റി കണ്ടീഷനുകളിലോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടുവന്ന ഡിപ്രഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഈ ഒരു ഇതിന്റെ സ്പെസിഫിക് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിസർച്ചുകൾ നേരത്തെ ഡോക്ടർ ബൈജു പറഞ്ഞ പോലെ സാമ്പത്തിക മേഖലയിൽ റിസർച്ച് ആവശ്യമുള്ള പോലെ തന്നെ ഈ പറഞ്ഞ മാനസിക രോഗ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവസ്ഥകളിലും ഇതിന്റെ റിസർച്ചുകൾ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒരു പോസ്റ്റ് സ്റ്റേറ്റിന്റെ ആന്റിസിപ്പേഷൻ ആണ്. അപ്പൊ അതിനെല്ലാവരും സജ്ജരായിട്ടിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തില് ഒരുപാട് ടെലി കൗൺസിലിംഗ് ഓഫറുകൾ നമുക്കുണ്ട്. ഞാൻ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഉണ്ട്, അത് ഇല്ല എന്നല്ല, ഞാൻ പറഞ്ഞ കേരളത്തിന്റെ അവസ്ഥ പറയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ കേരള വിഭാഗം, അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും 24 hours ഞങ്ങളുടെ കൗൺസിലിംഗ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഓൾ ഓവർ വേൾഡ് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, കുടുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ മാനസിക സമ്മർദ്ദത്തിന് ആവശ്യമായിട്ടുള്ള ടെലി കൗൺസിലിംഗ് പോലുള്ള സംഭവങ്ങൾ എമർജൻസി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒരുപാട് പോയിട്ടുണ്ട്. അതുപോലെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെയൊക്കെ കോൺടാക്ട് ചെയ്യാം, ആരെയാണ് എമർജൻസി ആയിട്ട് വിളിക്കേണ്ടത്, ആരൊക്കെയാണ് സർവീസ് ഓഫർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്, അവരുടെ ടൈമിംഗ് പോലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈവൻ ഞങ്ങളുടെ കോളേജിന്റെ ബേസിസിൽ തന്നെ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ് കൗൺസിലിംഗ് സർവീസസ്. ആർക്ക് വേണമെങ്കിൽ വിളിക്കാം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഉള്ള കേസുകൾ, അതുപോലെ തന്നെ ഇനി ഈ അവസ്ഥ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേസുകൾ ഡീൽ ചെയ്യണമെങ്കിൽ എല്ലാവരും സുസജ്ജരായിട്ടിരിക്കേണ്ട ഒരവസ്ഥയാണ്. ഞങ്ങൾ എല്ലാവരും അലേർട്ടാണ്. ഞങ്ങൾ റിസർച്ചുകൾ നടക്കുന്നു, പഠനങ്ങൾ നടക്കുന്നു, എല്ലാവരും അലേർട്ടാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള സർവീസസ് ഉണ്ടെന്നുള്ളത് ജനങ്ങൾക്കറിയാം. തുറന്ന് പറയാനായിട്ട് മടിക്കേണ്ട ആവശ്യമില്ല. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്നുള്ളതിന്റെ ഒരു അഷുറൻസും കൂടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ബാക്കി ഉള്ള മേഖലകളുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് തോട്ടുകൾ കൊണ്ട് കൺക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു കടന്നു പോകും, ഈ ഒരു അവസ്ഥയും കടന്നു പോകും. കാരണം ഫ്ലഡ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ച് ഇത് അവസാനിച്ചു, കേരളത്തിന്റെ അവസ്ഥ അവസാനിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷെ വളരെ റെസിലിയന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വിശ്വാസം ഓരോ കേരളീയനും ഉണ്ടായത് ഓരോ ഫ്ലഡിലൂടെയും കടന്നു പോയപ്പോഴാണ്. 2 പ്രാവശ്യം വന്നിട്ടും ഞങ്ങൾ തളർന്നില്ല, നമ്മൾ ആരും തളർന്നില്ല. പക്ഷെ
ഇപ്പൊ ഈ ഒരു അവസ്ഥയും കടന്നു പോകും എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. കാരണം ഈ സമയത്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നെ തന്നെ വിശകലനം ചെയ്യേണ്ട സമയമല്ല. എനിക്ക് എന്ത് ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടായിരുന്നു, അതെനിക്ക് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും അതിനൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം വലിയ വലിയ ടാസ്കുകൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയോ, എനിക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മളെയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയോ നമ്മൾ ബേർഡൻ ചെയ്യേണ്ട സമയമല്ല. ഈ അവസ്ഥ കടന്നു പോകും. കാരണം ഇതൊരു ഒരു ബ്രേക്ക് ആയിട്ട് എടുത്താൽ മതി എല്ലാവരും. കാരണം ഇത് ഇത്തരം തോട്ടുകൾ നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവ് അല്ലാത്ത സ്റ്റേറ്റുകൾ ഉണ്ടാവാൻ നേരത്തെ ഡോക്ടർ മനോജ് പറഞ്ഞ പോലെ ആസ് എ വൈറോളജിസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സംഭവങ്ങളും രോഗാവസ്ഥകളൊക്കെ നമ്മിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവും. അതുപോലെ ചിന്തയിൽ ഉണ്ടാക്കേണ്ട വ്യത്യാസങ്ങള് നമുക്ക് നമ്മളെന്താ എന്നുള്ള തിരിച്ചറിവുകൾ ഈ സമയത്ത് ഉണ്ടാക്കാനുള്ള ചെറിയ അവസരങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ സമയത്ത് ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ ലോങ് ടേമിലേക്ക് നമ്മളെ സഹായിക്കും. മാത്രമല്ല കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് നമുക്കൊരു ക്രൈസിസ് ഏത് മൊമെന്റിൽ വേണമെങ്കിൽ ഉണ്ടാവാം എന്നുള്ളതാണ് അവരെ ട്രെയിൻ ചെയ്യേണ്ടത്. ക്രൈസിസ് ഉണ്ടാവും, നമ്മളെല്ലാവരും സ്റ്റക്ക് ആവും, ദ ഹോൾ വേൾഡ് വിൽ ബി സ്റ്റക്ക്. അപ്പൊ അത് പക്ഷേ അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കില്ല, വി വിൽ ഗോ എഹെഡ് എന്നുള്ളതും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുള്ള ഒരു നല്ല പാഠമാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ ടീച്ചേഴ്സ് എപ്പോഴും സംസാരിക്കാറുണ്ട് ഇന്നത്തെ ജനറേഷന് ഈ പറഞ്ഞ റെസിലിയന്റ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് കൂടുതൽ ക്രൈസിസ് ഇനി വരാനില്ല കുട്ടികളുടെ ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് അവരത് പഠിച്ചിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ കടന്നു പോവും, ഇതിലും പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരും, ഇതും നമുക്ക് പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ ഫാമിലിയും കുട്ടികൾക്കും ഫാമിലിയുടെ അകത്തുള്ള മെമ്പേഴ്സിനും കൊടുക്കേണ്ടത്. അതുപോലെ അണ്ടർ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓൾറെഡി ചികിത്സയിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ വീടിനകത്ത് അവരെ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ്, അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്, അവർക്ക് കൂടുതൽ കെയറും അവരുടെ ഉറക്കം, അവരുടെ ഭക്ഷണം, അവരുടെ ന്യൂട്രീഷൻ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയമാണ്. വെർബലി അവരെ മാറ്റി നിർത്തേണ്ട സമയമല്ല, ഇമോഷണലി അവരെ അബ്യൂസ് ചെയ്യേണ്ട സമയമല്ല. സോ ഇതൊരു ശുഭ പ്രതീക്ഷകൾക്ക് ഇട നൽകും, നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാം. താങ്ക് യു. നന്ദി ഡോക്ടർ മിലു. വളരെ നന്നായി കേരളത്തിന്റെ സാഹചര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെ മനുഷ്യശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം, ലോകത്തുള്ള എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആത്മവിശ്വാസം, അത് കേരളീയർക്ക് ഈ സംഭവങ്ങൾ പ്രദാനം ചെയ്തു. ഓരോ സംഭവത്തിൽ നിന്നും നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നു, ഒട്ടും പുറകോട്ട് പോകാതെ മുന്നോട്ടുള്ള ചുവടുകൾ വളരെ ശക്തമായി പോകുന്നു. അത്തരത്തിലുള്ള ഒരു സന്ദേശം വളരെ നന്നായിരിക്കുന്നു. ഇനി നമുക്ക് ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട് പലതരത്തില്. അപ്പോൾ അത് മാക്സിമം എല്ലാ കമന്റുകളും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം അവസാനം ഈ കമന്റുകളിൽ ഇടാത്തവർക്കും ചോദിക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദിവ്യ ജി വളരെ ഇതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും അത് കുട്ടികളിൽ ഉണ്ടാകുന്നതും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ദിവ്യ ജി ഒന്ന് ജോയിൻ ചെയ്യാമോ? ഞാൻ ചോദിച്ചത് ഇതാണ്, അതായത് കുട്ടികള് ഇപ്പം പല കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണെങ്കിൽ സേ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, അവർ ഈ അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛന്മാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവരിങ്ങനെ ലോങ് ടേം സെപ്പറേഷൻ, അതായത് അവര് പേരൻസ് ഡ്യൂട്ടിക്ക് പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവർ ക്വാറന്റൈനിൽ പോകുന്നു, പിന്നെ അവർ വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ലോങ് ടേം സെപ്പറേഷൻ ഈ കുട്ടികളിൽ, ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവരിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? അതായിരുന്നു എന്റെ ആദ്യത്തെ ചോദ്യം. ഇപ്പം ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഇതുപോലെ ഡൗൺ സിൻഡ്രോം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങള് അവരിങ്ങനെ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ലോക്ക്ഡൌണിൽ ഇരിക്കുമ്പോൾ അത് അവരുടെ പേരൻസിനാണെങ്കിലും ആ കുട്ടികൾക്ക് തന്നെയാണെങ്കിലും എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്? ആൻഡ് ഫൈനലി ഐ തിങ്ക് അത് വേറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതായത് ഓൾറെഡി ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫിയർഫുൾനെസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ള പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഇത് ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ഒരു റൂമിൽ അടച്ചിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളും ചർച്ചകളും ഇതൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ലോങ് ടേം ആയ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവുമോ? ഇതാണ് എന്റെ 3 questions. സീന ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ഞാൻ മിലുവിന് കൊടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. About long-term separation with parents. When you mean long-term separation,
you're talking about parents coming home അല്ല, വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ കുട്ടികളുടെ ഒപ്പം ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, ആണോ സെപ്പറേറ്റ് ആണോ കുട്ടികളും പേരൻസും? ഇപ്പൊ ഒരു ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് രണ്ടുപേര്, ഒന്ന് എന്റെ സിസ്റ്റർ തന്നെയാണ്, ആള് കോവിഡ് ഡോക്ടറാ. സോ 2 ആഴ്ച ഡ്യൂട്ടി, 2 ആഴ്ച ക്വാറന്റൈൻ, വീണ്ടും ഡ്യൂട്ടി, ക്വാറന്റൈൻ, അതിങ്ങനെ ഒരു പ്രോസസ്. അപ്പം ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സൂം മീറ്റിംഗ് ചെയ്യായിരുന്നു, കസിൻസ് എല്ലാവരും കൂടി. അപ്പൊ ഈ കുട്ടി വേറൊരു ഇതിന്ന് ആ കുട്ടിയുടെ അച്ഛനും കൂടി ജോയിൻ ചെയ്തു. അപ്പൊ ഇവന് 2 വയസ്സായിട്ടില്ല. അവൻ ഈ ഇന്നലെ അമ്മ ഇങ്ങനെ തുരുതുരാ ഉമ്മ വെക്കുകയായിരുന്നു. അത് കണ്ട ഞങ്ങളുടെയും കണ്ണു നിറഞ്ഞു. അവന് മനസ്സിലാവുന്നില്ല ഈ അമ്മ എന്താണ് വേറൊരു ഇതേപോലെ ഇങ്ങനെ ഒരു സൂം വിൻഡോയിൽ ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അത് കണ്ട് ഇവളുടെയും കണ്ണു നിറഞ്ഞു. അപ്പം അത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ചെറിയൊരു കുട്ടിയാണ്, അവന് എത്ര പക്ഷെ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അവന് നല്ലൊരു വേറൊരു സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ പോലും ഇതൊന്നും ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാലോ. ഇപ്പൊ ചില ഫാമിലി ചിലപ്പം അവിടെ ആൾക്കാരുണ്ടാവില്ല, എസ്പെഷ്യലി അബ്രോഡ്. എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട്, അവരുടെ കുട്ടിക്ക് 1 വയസ്സായിട്ടില്ല. അപ്പൊ അവരിങ്ങനെ ഒരു മൈൻഡറോ അതൊക്കെ വെച്ച് ഒരു വിധം ടെസ്റ്റ് ചെയ്യാണ്. അച്ഛനും അമ്മയും രണ്ടുപേരും നഴ്സസ് ആണ്, രണ്ടുപേരും ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇത് ഈ കുട്ടികൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി പോലും അല്ല, ഒരു അബാൻഡൻമെന്റ് ഇഷ്യൂസ് ഇവർക്ക് വരുമോ? ബിക്കോസ് ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഈ ചോദിക്കുന്നതിൽ ഒക്കെ ഇതൊക്കെ റെലവെന്റ് ആണ്. ഇറ്റ്സ് എ വെരി പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ലോങ് ടേം ഇമ്പാക്ട് ഈ സെപ്പറേഷനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ടോക്ക് ടു യു അബൌട്ട് ജോൺ ബോൾബിയുടെ ഒരു പേപ്പർ ഉണ്ട് ഓൺ അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലേമാൻ ടേമിലുള്ള അറ്റാച്ച്മെന്റ് അല്ല. ദേ ടോക്ക് ഓഫ് സെക്യൂർ അറ്റാച്ച്മെന്റ് വിത്ത് ദ പ്രൈമറി കെയറർ ആൻഡ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ്. അതൊരു വലിയൊരു സബ്ജക്ട് ആണ് അറ്റാച്ച്മെന്റ് തിയറി. അതിന് കുറെ വേരിയബിൾസ് ഉണ്ട്. ദർ ആർ മെനി വേരിയബിൾസ്. ഈ ഒരു കാര്യം മാത്രം 2 ആഴ്ച സെപ്പറേറ്റ്, 2 ആഴ്ച കോണ്ടാക്ട്, ആ ഒരു വേരിയബിൾ വെച്ചിട്ട് മാത്രമല്ല ലോങ് ടേം ഇമ്പാക്ട്. ദിസ് ചൈൽഡ് വിച്ച് യു മെൻഷൻഡ് അബൌട്ട് 2 years ഏജ്, ഹി ഹാസ് ഗോട്ട് ഗുഡ് കെയർ ഫ്രം ഗ്രാൻഡ് പേരൻസ്. അവിടെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉണ്ട്. അപ്പൊ അത് പോസിറ്റീവ് ആണ്, ദാറ്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആൻഡ് ഹി സീയിങ് ഹിസ് മദർ ഓൺ സൂം. അപ്പൊ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് അല്ല. ആൻഡ് 2 വയസ്സാകുമ്പോഴേക്കും ഒബ്ജക്ട് റിലേഷൻസ് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. മീൻസ് അതിലും ചെറുതായിരിക്കും. ഇപ്പൊ 6 മാസം 7 മാസം ഒക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡ്. ഒരാൾ പോയി കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഇസ് ഔട്ട് ഓഫ് മൈൻഡ്. ബട്ട് 2 വയസ്സാകുമ്പോഴേക്കും ഒബ്ജക്ട് കോൺസ്റ്റൻസി ഉണ്ട്. ഒബ്ജക്ട് കോൺസ്റ്റൻസി എന്ന് വെച്ചാൽ ആ പേഴ്സൺ നമ്മുടെ മുന്നിൽ ഇല്ലാന്നുണ്ടെങ്കിലും ദാറ്റ് പേഴ്സൺ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദിയർ മൈൻഡ്. ഇറ്റ് ഈസ് ഇന്റേണലൈസ്ഡ്. അപ്പം ഡെവലപ്മെന്റൽ ഏജ് ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് I don't have a crystal ball, so I can't give you a lifetime warranty or give you a prediction. But overall, I think നമുക്കിപ്പോ വിഷമം തോന്നുന്നുണ്ട്, കുട്ടിയും അമ്മയും സെപ്പറേറ്റഡ് ആണ്. ബട്ട് ഓവറോൾ the way you're handling it will be fine. ഗ്രാൻഡ് പേരൻസിന്റെ സപ്പോർട്ട് ഉണ്ട്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉണ്ട്, കുട്ടി അമ്മേനെ സൂമിൽ കൂടെ കാണുന്നുണ്ട്. So it should be okay. It shouldn't have any long term impact. അത് അത്ര വലിയ 2 ആഴ്ചക്ക് മാറി നിൽക്കുന്നതും പിന്നെ തിരിച്ചു വരുന്നത്, ഇറ്റ്സ് നോട്ട് ടു മച്ച് ഓഫ് എ ട്രോമ. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അൺലെസ് മിലു വാണ്ട്സ് ടു സേ ആഡ് എനിത്തിങ് മോർ. ഈ ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെന്റ് ആണ് ഞങ്ങൾ മെയിൻലി ചൈൽഡ് സൈക്യാട്രിയിലും ഞങ്ങളുടെ ബ്രാഞ്ചിൽ യൂസ് ചെയ്യുന്നത്. വി യൂസ് ദാറ്റ് ആസ് ദ ബ്ലൂ പ്രിന്റ് ഓർ ദ ബേസിക് വാട്ട് ടു സേ ഫ്രെയിംവർക്ക് വിച്ച് വി യൂസ് ഫോർ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ. അപ്പൊ അതില് 0 to 5 years is very, very crucial because it forms the blueprint of the whole rest of the life personality. 0 to 5 is a foundation lay avanadu. And your relationship with your primary carer, we call it primary carer, not necessarily mom, mother or father. Primary carer, the relationship with the primary carer is very crucial in the 0 to 5 years. But having said that, from what you tell me, this child is 2 years old and the father is there, grandparents are there, so it should be okay. The continuity of care is there. If Milu wants to add anything, she can add. ഡോക്ടർ മിലു, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ചെറിയ തോതിലാകുകയാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. നമ്മളെല്ലാവരും സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട്. ഡോക്ടർ മിലുവിന് 3 ചോദ്യങ്ങളും ബ്രീഫായിട്ട് 1-2 സെന്റൻസിൽ പറയാം. കാരണം ഇതിലൊരു കോമൺ ത്രെഡ് ഉണ്ട്. കാരണം സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സംഭവം, പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ നീഡ്സ്, അതേസമയം തന്നെ ഓൾറെഡി ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്തുകൊണ്ടും ഒരു ന്യൂ സിറ്റുവേഷൻ ആണ്. അപ്പം എല്ലാവരും ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണത് പലപ്പോഴും ഇപ്പൊ ആദ്യത്തെ ചോദ്യത്തിലാണെങ്കിൽ നമുക്ക് ഇഫക്റ്റ് ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ നമുക്ക് അതിന്റെ ഒരു കോമ്പൻസേറ്ററി ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ വീട്ടിലെ മറ്റു വ്യക്തികൾക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിന്റെ ആഘാതം കുറയ്ക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പിന്നെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമുക്ക് ഒരു കോണ്ടാക്ട് ഉള്ളത് കൊണ്ട്
ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കുട്ടികളെ നമുക്ക് ഒരു പരിധിവരെ അമ്മയുമായിട്ടുള്ള ഒരു കണക്ഷനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. രണ്ടാമത്തെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഓട്ടിസ്റ്റിക്, മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വേറൊരു തലത്തിലാണ്. അവരെക്കാൾ ഉപരിയായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യുന്ന പാരന്റ്സിനായിരിക്കാം ഒരു പക്ഷെ കൂടുതൽ ട്രെയിനിങ് ആവശ്യമുള്ളത്. ഈ ഒരു സമയത്ത് കൂടുതൽ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു കെയർ, ഇവരുടെ ഒരു ഡെയിലി റുട്ടീൻ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ കേപ്പബിലിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള സംഭവങ്ങൾ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം പാരന്റ്സ് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കൂടുതൽ കുറച്ചൊരു മെന്റൽ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങുകളും കൗൺസിലിങ്ങുകളും എടുക്കാൻ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം എപ്പോഴും കെയർ ടേക്കർ ആണ് എപ്പോഴും എഫക്റ്റഡ് ആവാനുള്ള സാധ്യത കുട്ടികളെക്കാൾ. അവരെ ട്രെയിൻഡ് ആണെങ്കിൽ ഒരു പരിധിവരെ വീടിനകത്തുള്ള മാനേജ്മെന്റുകൾ ഓക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഓൾറെഡി ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇവർക്ക് ഒരു കൗൺസിലർ കാണും മിക്കവാറും. ഇവരുമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ടെലിഫോണിക്കലി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു മെന്റർ ഉണ്ടെങ്കിൽ ദേ വിൽ ബി ഫാർ ബെറ്റർ മോർ ദാൻ പാരന്റ്സ്. അവർ പറയുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അവർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കാണിക്കും. അതല്ലെങ്കിൽ അവരെ സ്കൂളിൽ ഒരു ടീച്ചർ ആയിരിക്കാം, ആരാണോ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ, അവരിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഹെൽപ്പുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജി ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ റെഫറൻസ് എടുക്കാവുന്നതാണ്. സ്പെസിഫിക് ടു ദ പ്രോബ്ലം നമുക്ക് അതിനുള്ള ആൻസർ പറയാൻ പറ്റും. താങ്ക് യു ഡോക്ടർ വേലു. പ്രീതയുടെ ഒരു ചോദ്യം ഡോക്ടർ ബൈജുവിനോടുണ്ടായിരുന്നു. പ്രീത ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ബൈജുവിനോട് ന്യൂ നോർമലിനെ പറ്റിയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ലോക്ക്ഡൌൺ പീരീഡിന് ശേഷം ഉണ്ടാകുമോ എന്നുള്ളത്. ഹലോ പ്രീത. ഹലോ സാർ. ന്യൂ നോർമൽ എന്നുള്ളത് അതൊരു പരിധി വിട്ട്, as I asked, the state surveillance can continue even after the lockdown in terms of restricting the movements, police checking. So how do close monitoring of its citizen, etc. How do we can deal with it even after the lockdown? So I want more about the new normal in terms of in other aspects. താങ്ക് യു പ്രീത. ഞാൻ ന്യൂ നോർമൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഈ ലോക്ക്ഡൌൺ പീരീഡിലും കോവിഡിന്റെ അനന്തരഫലവുമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടും കുടുംബ പശ്ചാത്തലത്തിലും സമൂഹത്തിനായിട്ടുള്ള സ്വഭാവങ്ങളുടെയും ജീവിത രീതിയുടെയും മാറ്റത്തെ കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതിൽ പ്രീത പറഞ്ഞതുപോലെ പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നുള്ള പല മെഷേഴ്സും ഇതിനെ ബാധിക്കുന്നതാണ്. അത് ഓരോ രാജ്യത്തിന്റെയും രാഷ്ട്രീയവും ജനാധിപത്യ രീതിക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷേ അനിവാര്യമായിട്ടും നമ്മൾ രാജ്യത്തിന്റെ നടപ്പിലാക്കുന്ന രീതികളെ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. പ്രീതിയുടെ ചോദ്യത്തിലുള്ള ഒരു ഉൾച്ചോദ്യം കൂടി ഞാൻ തിരിച്ചറിയുന്നു. അതായത് ആ ന്യൂ നോർമൽ നടപ്പിലാക്കാനായിട്ടുള്ള ഓരോ സർക്കാരുകളുടെയും രീതിയിൽ തന്നെ ചില മനുഷ്യാവകാശ ലംഘനങ്ങളും അവരുടേതായിട്ടുള്ള ചില അജണ്ടകളും ഉണ്ടാകാൻ സാധ്യതകളും ഉണ്ട്. അത് എങ്ങനെ നേരിടുമെന്നുള്ളത് സമൂഹത്തിനാകെയുള്ള ഒരു വെല്ലുവിളിയാണ്. താങ്ക് യു ഡോക്ടർ ബൈജു. മറ്റൊരു ചോദ്യം ഡെസോ മഞ്ജുളയിൽ നിന്നുണ്ട്. അത് മനോജിനോടുള്ള ഒരു ചോദ്യമാണ്. സാർസിനെയും നിപ്പ പോലുള്ള മറ്റു വൈറസുകളെയുമായി കണക്ട് ചെയ്തിട്ട്. ഡെസോ മഞ്ജുള ഉണ്ടോ? ഇതിന്റെ ഈ പറഞ്ഞ വൈറസുകളുടെ ഒറിജിൻ കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് 100% ഇറാഡിക്കേഷനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒറിജിനെ പറ്റിയൊക്കെ നമുക്ക് സയന്റിഫിക്കലി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അതോ ഈ ഇതുവരെയുള്ള വൈറസുകളെക്കാളും ഭീകരനാണോ ഈ പറയുന്ന കോവിഡ്? എപ്പോഴും ഒരു പെരനിയൽ ഭീതിയിൽ ജീവിക്കേണ്ട സിറ്റുവേഷനിലേക്കാണോ നമ്മൾ മനുഷ്യർ മുന്നോട്ട് പോകുന്നത്? ഡോക്ടർ മനോജ്. താങ്ക് യു ടെസോ. അപ്പോ താങ്കൾ 2-3 വൈറസുകളെ കുറിച്ച് ചോദിച്ചോടെ, നിപ്പ, പിന്നെ സാർസ്, HIV ഒക്കെ. അപ്പം നമ്മുടെ ഇതുവരെ മുമ്പുണ്ടായ നിപ്പ അല്ലെങ്കിൽ HIV വൈറസുകളെ കുറിച്ചൊക്കെ അഗാധമായ പഠനം നടക്കുകയും അതിനൊക്കെ ഒരു സൂണോട്ടിക് ഒറിജിൻ, അതായത് ഹ്യൂമൻസിലേക്ക് ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സിൽ നിന്നാണ് അത് പടർന്നെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. SARS-CoV-2
കാര്യത്തില് SARS-CoV-1 കാര്യത്തിലാണെങ്കിലും നമ്മുടെ ബാറ്റ്സിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റലിലൂടെയാണ് വന്നത് എന്നാണ് ഇപ്പോഴത്തെ അനുമാനം. അത് ബാറ്റ്സിൽ അതിന് മറ്റു കാര്യങ്ങൾ HIV-ലുള്ള പോലെ അത്രയും സ്ട്രോങ് എവിഡൻസ് ഇല്ലെങ്കിലും ഒരു റീസണബിളി ഗുഡ് എവിഡൻസ് ഉണ്ട്. ഈ വൈറസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇപ്പൊ പുതിയ SARS-CoV-2 കാര്യത്തിൽ പല കോൺസ്പിറസി തിയറീസും വന്നിട്ടുണ്ട്. അതായത് താങ്കളുടെ എഴുതിയ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു. അപ്പൊ ഇത് മാൻമെയ്ഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ എഴുതിയത്. അപ്പൊ അതിന് വളരെ കോൺസ്പിറസി തിയറീസ് വന്നിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ വാദഗതികളും നമ്മൾ കണ്ടതാണ്. അതില് ചില കാര്യങ്ങള് പിന്നെ കംപ്ലീറ്റ് കോൺസ്പിറസിയാണ്, ചില കാര്യങ്ങൾ ഫാക്ട് ഉണ്ട്, പക്ഷെ അത് ഇതിനോട് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൽ പിക്ക് ചെയ്യാം. അപ്പൊ അതില് ഇപ്പം പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് അമേരിക്കൻസ് ഇത് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇത് ചൈനീസുകാർ ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞ വേറൊരു ഭാഗമുണ്ട്. അപ്പം ചില ഫാക്ട്സ് ഇതിലുണ്ട്. ഇപ്പം വുഹാനിലൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, അതൊരു ഫാക്ട് ആണ്. പിന്നെ അമേരിക്കൻസും ആയിട്ട് പിന്നെ ചൈനീസിന് കുറച്ച് ബന്ധമില്ലേ എന്നുള്ളത് 2-3 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുണ്ട്, അത് ഫാക്റ്റ് ആണ്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിസർച്ച് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെ അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്തില്ല, അതിന്റെ പേരിൽ നടപടി എടുത്തു എന്നൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു ഫാക്റ്റ് ആണ്. പക്ഷെ അതും അഗൈൻ ഇതുമായിട്ട് കംപ്ലീറ്റ്ലി റിലേറ്റഡ് അല്ല. ഈ കോൺസ്പിറസി തിയറിസ്റ്റ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു തിയറി കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ വൈറസിന്റെ സ്ട്രക്ചർ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പൊ നമ്മളൊരു വൈറസിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ആദ്യമായിട്ട് ഇപ്പം ഒരു ബയോളജിക്കൽ വെപ്പനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഹോസ്റ്റ് ആരെയാണോ നമ്മൾ അതിനെ കൊണ്ട് ഇൻഫെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരിൽ നന്നായിട്ട് ഇൻഫെക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വൈറസിനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം ഇതിന്റെ നമ്മുടെ ഇപ്പൊ ഈ പെർട്ടിക്കുലർ വൈറസിന്റെ ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാതെ പറയുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു റിസപ്റ്റർ മെക്കാനിസം ഈ ACE2 റിസപ്റ്റർ വെച്ചിട്ടാണ് മെക്കാനിസം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബയോഇൻഫർമാറ്റിക് അനാലിസിസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ, കെമിക്കൽ ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ അത് ഐഡിയൽ ബോണ്ട് സ്ട്രെങ്ത് അല്ല അതിൽ കാണുന്നത്. അപ്പൊ ഇതിനെക്കാട്ടി മെച്ചപ്പെട്ട ബോണ്ട് സ്ട്രെങ്ത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വേണമെങ്കിൽ. അപ്പൊ ഇതൊരു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തന്നെ ഇത് ഹ്യൂമൻ മെയ്ഡ് ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ അതിന് അതേസമയം തന്നെ നമ്മൾ ഒരു ആനിമൽ ഒറിജിനുള്ള എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറസിന്റെ ജനറ്റിക് സീക്വൻസ്, അതിന്റെ ഘടന നോക്കുകയാണെങ്കിൽ ഈ സാർസ് കൊറോണ നമ്മുടെ ബാറ്റ്സിലുള്ള വവ്വാലുകളിലുള്ള ബാറ്റ് കൊറോണ വൈറസുമായിട്ട് സീക്വൻസ് ഐഡന്റിറ്റി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 97% ഐഡന്റിക്കൽ ആയിട്ടുള്ള വൈറസുകൾ ബാറ്റ്സിലുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി സിമിലർ ആയിട്ട് പാങ്കോളിൻസ് എന്നുള്ള ജീവികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ഹൈപ്പോത്തസിസ് എന്താണെന്ന് വെച്ചാൽ ബാറ്റ്സിൽ നിന്ന് മേ ബി ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിലേക്ക് പടർന്നു, അതിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് പടർന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ്. അപ്പം അതാണ് കുറച്ചും കൂടി നമ്മുടെ രണ്ട് ഭാഗത്തുള്ള സയന്റിഫിക് ആർഗ്യുമെന്റ്സ് വെച്ച് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്രെഡിബിൾ ആയിട്ടുള്ളത് ആർഗ്യുമെന്റ് അതാണ്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വേറെ പ്രൂഫ് ഒന്നും ഇപ്പൊ എക്സിസ്റ്റിംഗ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്പിറസി തിയറിയിൽ കുറെ ഫാക്ടുകൾ ഉള്ളത് ഒരു കോൺസ്പിറസി തിയറിയുടെ കൂടെ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇതുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് എന്നുള്ളതിന് ഒരു പ്രൂഫ് ഒന്നുമില്ല. താങ്ക് യു ഡോക്ടർ മനോജ്. ഹഫീസ് 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ആവർത്തിച്ചാൽ നന്നായിരുന്നു. ഹഫീസ്. ഹലോ സോറി, അല്ലെ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ടെമ്പറേച്ചറായിട്ട് റിലേറ്റഡ് ആണോ ഈ വൈറസിന്റെ സ്പ്രെഡ്? ഇപ്പൊ തണുത്ത രാജ്യങ്ങളിൽ അത് കൂടുതലായിട്ട് കാണുന്നത്. വേറെ ഒന്ന്, നമ്മുടെ കേരളം ഇനിയിപ്പോ അടുത്ത 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അറൈവ് ചെയ്യാണ്. ആ ടൈമില് സാധാരണ സീസണൽ ഫ്ലൂ ഒക്കെ കൂടുതലായിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഫ്ലഡും കൂടി വന്നാൽ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഫ്ലഡും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എത്രമാത്രം പ്രിപ്പയർഡ് ആണ് ഇതിന്? പ്രത്യേകിച്ച് ഓൾറെഡി നമ്മൾ ഇത് മുഴുവനായിട്ടും മാറിപ്പോയിട്ടുമില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ശക്തമായിട്ട് തിരിച്ചു വരുമോ?
ആ സമയത്ത് എന്നൊക്കെയാണ് എന്റെ സംശയങ്ങൾ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനുണ്ടോ? ഉണ്ട്. യെസ്, ആ, ഉണ്ട്. പ്ലീസ് പറഞ്ഞോളൂ. നമ്മൾക്ക് ഏറ്റവും അധികം സ്ട്രെസ് ലെവല് ഞങ്ങൾക്ക് വക്കീലന്മാർക്ക് തരുന്നത് ഫാമിലി ഇഷ്യൂസ് ആണ്. ബാക്കി എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ ഫാമിലി ഇഷ്യൂസിന് കൃത്യമായ നിയമം പോലും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കണ്ടിരിക്കുന്നത് ഈ പ്രൈവസി വളരെ വലിയൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ക്ലോസ്ഡ് അകത്തിരിക്കുന്ന സമയത്ത് ഫാമിലി റിലേഷൻസിൽ സ്ട്രെസ്സും സ്ട്രെയിനും കൂടും. സാധാരണ എക്സ്ട്രാ റിലേഷൻസ്, അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, എക്സ്ട്രാ മാറ്റർ റിലേഷൻസ് ആവാം, മറ്റു പല സോഷ്യലൈസേഷൻസ് ആവാം, ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് ലെവലിനെ വളരെയധികം കുറയ്ക്കാറുണ്ട്. പക്ഷെ അകത്ത് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ വളരെ വലുതാണ്. അതിന് യാതൊരു പ്രഷർ വാൾസും ഇല്ല. ആദ്യത്തെ 5 ദിവസം കുഴപ്പമില്ലാത്തൊരു പേസിൽ പോയിരുന്നു. പക്ഷെ 5ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് ഫോൺ കോൾസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭീകരമായ രീതിയിൽ വരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അഭിഭാഷകരുടെ ഓഫീസ് തുറക്കാമെന്ന്. ഇത് ഗാർഹിക പീഡനങ്ങൾ എന്നർത്ഥത്തിൽ പീഡനങ്ങൾ മാത്രമല്ല, ഗാർഹിക അറ്റ്മോസ്ഫിയറിന്റെ അകത്ത് എല്ലാവരും കൺഫൈൻ ചെയ്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൈവസിയുടെ ലാക്ക് ഓഫ് പ്രൈവസി കാരണം ഉണ്ടാകുന്ന മനുഷ്യന് വേണ്ടുന്ന ഒരു സ്പേസ് കിട്ടുന്നില്ല, ഒരു ഇൻഡിവിജ്വലിനും അവനവന്റെ സ്പേസ് കിട്ടുന്നില്ല. അവിടെ ഉണ്ടാകുന്ന വലിയൊരു സ്ട്രെസ് ലെവൽ ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് എല്ലാ വീടുകളിലും, അത് ഒരുപക്ഷെ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും എല്ലാ വീടുകളും ഇത് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഒരു വർക്ക് സ്പേസ് മനുഷ്യന് നൽകുന്ന ചില സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, പുറത്തെ ലോകം നൽകുന്ന സന്തോഷം, ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെട്ട കാര്യം കൊണ്ട് ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? തീർച്ചയായും. താങ്ക് യു അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. ശ്രീകുമാർ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചും അതിന്റെ കണക്ഷൻ അതെ. ഒന്നാമത് നമ്മളിപ്പം അർജന്റായിട്ട് അഡ്രസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതായാലും ഒരു മെയിൻ സ്ട്രീം സൊല്യൂഷൻ മോഡേൺ മെഡിസിൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ പേഷ്യൻസിന് കംഫോർട്ട് കൊടുക്കാൻ. ഇപ്പൊ ആയുർവേദ കോട്ടക്കൽ ആയുർവേദ മിസ്റ്റർ പി കെ വാര്യർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ്. ജിഞ്ചറൊക്കെ ഉപയോഗിക്കുക വീട്ടില്, ജിഞ്ചറും തുളസിയെല്ലാം. അപ്പൊ ഇത് എല്ലാവരും ഒരു 70% പേർക്കും സിംറ്റംസ് ഒന്നും ഇല്ല. ബാക്കിയുള്ള കുറെ പേർക്കാണ് ഈ ആശുപത്രി മരണത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് എല്ലാം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ, ഇത് ഈ വീട്ടിലിരിക്കുക, ഇത് ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാധനമാണ്. ഇപ്പൊ വൈറസ് ഇത് ലാസ്റ്റ് വൈറസ് ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഗോയിങ് ടു അറ്റാക്ക് ഹ്യൂമാനിറ്റി. സോ അനദർ തിങ് ഈസ്, നമ്മളെ we should seriously focus on some mechanism to stop destruction of ecosystem, because നമ്മുടെ population is increasing like anything, and നമുക്ക് ഫോറസ്റ്റ് കവറും വൈൽഡ് ആനിമൽസിന്റെ എല്ലാം വൈറസസ് എന്ന് പറഞ്ഞൊരു കക്ഷികൾ ഇപ്പോഴാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ we thought they never existed. അർച്ചന സോമൻ ഒരു ഗ്ലോബൽ കൊളാബറേറ്റീവ് അപ്രോച്ചിനെ പറ്റി സംസാരിച്ചിരുന്നു. അത് ഡോക്ടർ വൈജുവിനോടായിരുന്നു ക്വസ്റ്റ്യൻ. ഈ ഇത്രയും നമ്മളെ ഗ്ലോബലൈസേഷന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ള രീതിയിൽ ഈ ആണല്ലോ ഈ ഇത് ഇത്രയും വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. വുഹാനിൽ തുടങ്ങി ലോകത്തുള്ള എല്ലായിടത്തും എത്തിപ്പെട്ട സംഭവം നമ്മുടെ ലോക നേതാക്കളുടെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാ രീതിയിലും നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിട്ടാണല്ലോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ all these countries, all these groups, areas compete with each other. അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ ഇതുപോലെയുള്ള ഗ്ലോബൽ ചാലഞ്ചസിന് ഗ്ലോബൽ കൊളാബറേഷൻ, ഇതും പിന്നെ ക്ലൈമറ്റ് ചേഞ്ചുമാണ് രണ്ട് ഗ്ലോബൽ ചാലഞ്ചസ്. ബട്ട് വി നോട്ട് സീയിങ് എനി ഗ്ലോബൽ കൊളാബറേഷൻ. Still it's competitive. ട്രംപ് മറ്റവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ, എക്വിപ്മെന്റ് കിട്ടാനും എല്ലാം വാക്സിൻ കണ്ടുപിടിക്കുന്നതും അങ്ങോട്ട് പേറ്റന്റ് കിട്ടാനും ഒക്കെ ഉള്ള കോമ്പറ്റീഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞാൻ. താങ്ക് യു. അതുപോലെ ബിജു വിശ്വം ഗൾഫ് കൺട്രീസിലുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രോഗ്രാമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോവിഡ് പാൻഡമിക് പീരീഡ് സെപ്പറേറ്റ് ആയിരിക്കുന്നവർക്ക് ഇങ്ങനത്തെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വളരെ നന്നായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ ഗൾഫില് ഇപ്പൊ ഓൾറെഡി ഓയിൽ റേറ്റ് കുറഞ്ഞു പല കമ്പനികളും വിടണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ കോവിഡോടെയും വന്നപ്പോ അവർക്ക് അതൊരു
ടെർമിനേഷൻ ലെറ്റർ കൊടുക്കാനും ആൾക്കാരിന് വിടാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് പല കമ്പനികളും കണ്ടുവരുന്നത്. കാരണം ലോക്ക്ഡൌൺ തുടങ്ങാറായി ചില ഗൾഫ് സ്ഥലങ്ങളിൽ. അപ്പൊ അവർക്ക് വർഗീസ് ചിലവർ അവിടെ പഠിക്കുന്നുണ്ട്, ഇടയിൽ വെച്ച് യൂണിവേഴ്സിറ്റിയിൽ മാറേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ഡിഫറെന്റ് സിറ്റുവേഷനിലേക്ക് വരേണ്ടി CBSE സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെ പല കാരണങ്ങളിലും ഭയങ്കര വർറീഡാണ്. അതിലും ഉപരി ജോലി പോവാന്നുള്ളൊരു ഇതില് വല്ലാണ്ട് വർറീഡായിരിക്കും ഇനി ഒരു ഫ്യൂച്ചർ. അപ്പൊ അതിനു പറ്റി മിസ്റ്റർ ബൈജു അതിനെ പറ്റി അവർക്കൊരു ലുക്ക് ഫോർവേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നാവും അവരുടെ. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ 2 ചോദ്യങ്ങളിലേക്ക് 2 പേർക്കൂടെ. ഒന്ന് ഫിലിപ്പ് വിക്ടറിന്റെ ഒരു ചോദ്യമുണ്ട്. ഫിലിപ്പ് വിക്ടർ, അതുപോലെ കിഷോർ ഈ സ്ട്രെസ് റിലീഫിനെ പറ്റി സംഗീതത്തിൽ അതിനുള്ള പ്രാധാന്യത്തെ കുറിച്ചുണ്ട്. അപ്പൊ ഈ 2 ചോദ്യങ്ങളോട് കൂടി ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കാം. ഫിലിപ്പ് വിക്ടർ പ്ലീസ്. സാറേ, ഞാനൊരു സ്കൂൾ മാനേജറാണ്. ഇപ്പം മൊത്തത്തില് സ്കൂളുകളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാവരും വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത പാഠ്യവിഷയങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കയറി നോക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഇവരൊന്നും, ഞാനൊരു സർവേ എടുത്ത് നോക്കിയപ്പോൾ ഇവരാരും അതിൽ ഇൻട്രസ്റ്റഡ് അല്ല, കുട്ടികൾ ആരും അതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ മൊത്തത്തിൽ ഞാനിപ്പോ നമ്മുടെ സ്കൂളിലെ കാര്യം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ കുട്ടികൾ ഒരു റിസീവ് മോഡിലാണോ ഇപ്പൊ വീടുകളിൽ ഇരിക്കുന്നത്? അത് നമ്മൾ അത് കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട് ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന ഒരു സിലബസ് ഫോമിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു സംശയം. ഓക്കെ, താങ്ക് യു. കിഷോർ, സ്ട്രെസ് റിലീഫ്. ഞാൻ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഈ കൺഫൈൻഡ് സ്പേസിൽ ഫാമിലിയുടെ കൂടെ ഒരു 24 മണിക്കൂർ 24/7 സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ നെഗറ്റീവ്സിനെയും സ്ട്രെസ്സിനെയും കുറിച്ച് ഫോക്കസ് ചെയ്തു എന്നുള്ള ഒരു പരിസ്ഥിതിക്ക് അതിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിക്ക് വരുന്ന ഒരാളെന്നുണ്ടെങ്കിൽ എന്റെ മകന്റെ കൂടെ കുറച്ചും കൂടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും അവനൊരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള അവന്റെ പുതിയ ഇൻട്രസ്റ്റ് തിരിച്ചറിയാനും പുതിയ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനും എനിക്ക് ഈ അവസരം ഉപയോഗിക്കാൻ പറ്റിയിരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഓൾ ഡൂം ആൻഡ് ഗ്ലൂം. The fact that you have got time to spend quality time when we are discussing strategies to cope with the stress, I personally find music as a big relief. So അത് പാട്ട് കേൾക്കലായാലും അത് പാട്ട് പാടാൻ പറ്റുന്നവർക്ക് പാടലായാലും അല്ല അത്ര പാടാൻ വയ്യാത്ത ആൾക്കാരെ യേശുദാസിന്റെ പാട്ട് വെച്ച് കൂടെ പാടുകയായാലും കൂടി പിന്നെ അത് പ്രത്യേകിച്ച് ഗ്രൂപ്പ് പെർഫോമൻസസ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അതേ വേവ് ലെങ്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ നിന്ന് പാടിച്ച് നമുക്കത് കമ്പൈൻ ചെയ്ത് കേൾക്കലും നമുക്കൊരു കൂട്ടായ്മയും അല്ലെങ്കിൽ സൂമിൽ സിംഗിങ് സെഷൻസ് ഒക്കെ ഇതിനൊരു വലിയ ഡീസ്ട്രെസ്സിങ് ആൻഡ് സോഷ്യലൈസിങ് ആസ്പെക്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു കമന്റ് ഞാൻ പാസ് ചെയ്താണ്. ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് ദ പാനലിസ്റ്റ്. താങ്ക് യു. തീർച്ചയായും. താങ്ക് യു. നമുക്ക് പെട്ടെന്ന് ഇതിനുള്ള ഒരു റെസ്പോൺസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഡോക്ടർ ബൈജുവിൽ തുടങ്ങിയ ഡോക്ടർ ബൈജു. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ. ഒന്ന്, ഗ്ലോബലൈസേഷന്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്നതാണ്. ഈ ഗ്ലോബലൈസേഷൻ ഇത്രയും തീവ്രമല്ലാതിരുന്ന 1917 വന്ന സ്പാനിഷ് ഫ്ലൂ ഏകദേശം 100 മില്യൺ ആൾക്കാരെ കൊന്നു എന്ന് പറയുന്നത്. ഞാൻ ഗ്ലോബലൈസേഷനെ പോസിറ്റീവ് ഫാക്ടറാണ് കാണുന്നത്. അതായത് ഗ്ലോബലൈസേഷൻ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ വൈറസിനുള്ള മരുന്ന് വാക്സിൻ കണ്ടെത്താൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 200 രാജ്യങ്ങളിൽ 200 പേര് ഓടുന്ന ഒരു ഓട്ട മത്സരത്തിൽ 200 രാജ്യങ്ങൾ എടുക്കുക, അതിൽ ഫസ്റ്റ് വരുന്ന 3-4 പേര് നമ്മൾ അറിയുള്ളൂ. അതിപ്പോഴും അങ്ങനെയാണ്. ആദ്യം മുമ്പിൽ ഓടുന്ന 5-6 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് താൻ ആരാണ് മുമ്പിൽ നിന്ന് കാണിക്കാനുള്ള ഇതുണ്ടാവും. ബാക്കിയുള്ള ഒരു 150 രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കോമ്പറ്റീഷൻ വരുന്നത് ഓരോ രാജ്യത്തിന്റെയും എക്കോണമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ്. ലൈഫ് എന്ന് പറയുന്ന ഒരു ബേസിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വരുമ്പോഴേക്കും കുറച്ചും കൂടി കോപ്പറേറ്റീവ് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അമേരിക്ക എന്നുള്ള എല്ലാ ജയന്റ് കോർപ്പറേഷൻസും ഇപ്പോൾ കൈകോർത്തുകൊണ്ടിരിക്കുകയാണ് വാക്സിന് വേണ്ടി പണിയാൻ പറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറെ മാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ളതൊന്നും സിഗ്നിഫിക്കന്റ്ലി ഇതിനെ അഡ്രസ് ചെയ്യുന്നതിൽ ഫേസിന് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഈ സൂമിൽ ഇതിനെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഗ്ലോബൽ കോമ്പറ്റീഷനും ഈ ഗ്ലോബലൈസേഷനും ഉണ്ടായതുകൊണ്ട് കൂടിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗൾഫ് മേഖലയുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ 3 തരത്തിലാണ് ഇമിഗ്രേഷൻ ആയിട്ടുള്ളത്. ഒന്ന് 1930-ലായിട്ടുള്ള മലയ സിലോണിലേക്ക് പോയിട്ടുള്ള ഇമിഗ്രേഷൻ,
രണ്ടാമത്തെ ഇമിഗ്രേഷൻ 70 ആരംഭിച്ച ഗൾഫിലേക്കുള്ളത്. മൂന്നാമത്തെ ഇമിഗ്രേഷൻ 2000 ആരംഭിച്ചിട്ടുള്ള യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡയിലേക്കുള്ളത്. ഈ രണ്ടാമത്തെ ഇമിഗ്രേഷൻ ഗൾഫാണ് കേരളത്തിന്റെ എക്കോണമിയെ ഇതുവരെ ഇതിനാക്കി കൊണ്ടുപോയിട്ടുള്ളത്. ആ ക്ഷാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സമീപകാലത്തിനായിട്ടുള്ള നിപ്പ, വെള്ളപ്പൊക്കം, കോവിഡ് ഇഷ്യൂസിനെ ഫേസ് ചെയ്യുന്നതിൽ കാഴ്ചിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മുടെ ലോങ് ടേമിൽ നമ്മുടെ സാമൂഹിക പശ്ചാത്തലവും ആരോഗ്യ പശ്ചാത്തലവും വിദ്യാഭ്യാസ നിലവാരവും കേരളത്തിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾക്ക് പോലും. അതുകൊണ്ട് ബിജുവിന്റെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാവുന്ന ഒരു അവസ്ഥ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. റെമിറ്റൻസ് എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് കുറഞ്ഞിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വേറെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഈ 3rd ജനറേഷൻ ഓഫ് ഇമിഗ്രേഷൻ, ഞാൻ ഉൾപ്പെടെയുള്ള കാനഡയിലുള്ള ആൾക്കാർക്ക് ഗൾഫിൽ നിന്നും ആൾക്കാർ നാട്ടിലേക്ക് പണം വയ്ക്കുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നാട്ടിലുള്ള അസറ്റൊക്കെ വിറ്റിട്ട് പ്രോപ്പർട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. അപ്പൊ കേരളം ഈ റെമിറ്റൻസ് കേരളത്തിന്റെ നമ്പർ 1 എക്കണോമിക് ബൂസ്റ്റ് ആണെങ്കിൽ ഇനി അത് അങ്ങോട്ടേക്ക് അത്രയും മാത്രം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് 20 years ഫ്രം നൗ പീരീഡിലേക്ക് വരുമ്പോഴേക്കും ശരിക്കും ഫേസ് ചെയ്യുന്ന യാഥാർത്ഥ്യമായിരിക്കും. ഒരു റിവേഴ്സ് ഇമിഗ്രേഷൻ ഗൾഫിൽ നിന്നും മറ്റും തിരിച്ചുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ്. താങ്ക് യു. ഡോക്ടർ മെലു, any final response towards this question? എനിക്ക് തോന്നുന്നു അതിനകത്ത് അഡ്വക്കേറ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇമോഷണൽ ആസ്പെക്ട്സ് എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഫാമിലിയുടെ അകത്തുള്ള. അപ്പൊ അതില് നമ്മൾ പ്രൈവസി ഇഷ്യൂസ് ആണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു അഡ്വക്കേറ്റ്സിന്. അപ്പൊ ഈ പ്രൈവസി ഡിപ്പെൻഡ്സ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഹൗ യു റെസ്പെക്ട് യുവർ സ്പൗസ്, അതുപോലെ തന്നെ ഹൗ യു ചാനലൈസ് യുവർ ഓൺ എനർജി ആൻഡ് ഹൗ യു പ്ലാൻ യുവർ ഡേയ്സ് ആക്ടിവിറ്റീസ്. അതുപോലെ പെർസിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ അകത്ത് പെർസിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്വാളിറ്റി ടൈം ഫാമിലിയുടെ അകത്തിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മളുടെ പ്രൈവസി എന്നുള്ള സംഭവത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പം കേസുകളായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടാവുക പല കാര്യങ്ങളും. വെച്ചാൽ ഒരുപാട് ഫാമിലീസിനെ എനിക്കറിയാം വളരെ ഭംഗിയായിട്ട് ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ലെസൺസ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രോബ്ലമാറ്റിക് ആയിട്ട് പുറത്ത് വന്നിട്ടുള്ള പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഷേക്കൺ റിലേഷൻഷിപ്പ് ഫാമിലിയുടെ അകത്ത് ഉണ്ടാവാം. കാരണം അത് ബിസി ഷെഡ്യൂളിൽ അത് എന്താന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഡിമാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. മാത്രമല്ല പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്പൗസ് ആരാണോ അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് ഷെയർ ചെയ്തിരുന്നത്. കാരണം നേരത്തെ ഒരാൾ പുറത്ത് വർക്ക് ചെയ്യുന്നു, ഒരാൾ വീടിനകത്തായിരിക്കാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും ബിസി ആയിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ പാച്ചപ്പ് ചെയ്ത് പോയിരുന്ന സംഭവങ്ങൾ ഇപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളായിരിക്കും. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ ദേ നീഡ് ഡെഫിനറ്റ്ലി എ ഫാമിലി ഓർ കപ്പിൾ തെറപ്പി. ഡോക്ടർ സീന, നമുക്ക് വളരെ ഇനിയൊരു 10 മിനിറ്റ് താഴെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് which question do you want me to answer? ഞാൻ ഇവിടെ ഒരു question കണ്ടിട്ടുണ്ട് which says about immunity. Will positive thinking improve immunity? അങ്ങനത്തെ ഒരു question കണ്ടു ചാറ്റില്. അതാണോ ആൻസർ ചെയ്യേണ്ടത്? അല്ല, അത് ഡോക്ടർ സീന സെലക്ട് ചെയ്തോളൂ. അതാണെങ്കിൽ അത് ചെയ്യാം. അല്ല, I can say that a positive thinking will help the immune system, but it won't guarantee not catching the illness. അങ്ങനെ ഗ്യാരണ്ടി ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ പോസിറ്റീവ് തിങ്കിങ് ഇസ് ഓൾവേസ് ഗുഡ്. പോസിറ്റീവ് തിങ്കിങ് ക്യാൻ ബൂസ്റ്റ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. ഈവൻ പ്ലസീബോസ് ഹെൽപ്പ്. നമ്മൾ ഈവൻ സ്റ്റഡീസിൽ വെൻ വി ഡു റിസർച്ച് സ്റ്റഡീസ്, ഈവൻ പ്ലസീബോസ് വിച്ച് ആർ ഇനേർട്ട് പിൽസ്, ഒന്നും മരുന്നൊന്നും ഇല്ലാത്ത ഇനേർട്ട് പിൽസ് പോലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റഡീസ് ഹാവ് ഷോൺ ഈവൻ പ്ലസീബോസ് ഹെൽപ്പ്. അതുപോലെ ഫെയ്ത്ത് ഹീലിംഗ്, ഈവൻ ഫെയ്ത്ത് ഹീലിംഗ് ഹെൽപ്സ്. ഇഫ് യു ഹാവ് ബിലീഫ് ഇൻ സംതിങ്, it will help. അപ്പൊ ഈ മ്യൂസിക് തെറപ്പി ആയാലും, somebody has asked a question about music therapy. അപ്പൊ എന്തായാലും പോസിറ്റീവ് തിങ്കിങ് is helpful. That's all that I want to say, but it gives no guarantee towards not catching the illness. Thank you, Dr. Dr. Manoj, any final thoughts on these questions? Thank you. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഈ ടെമ്പറേച്ചറിന്റെയും സീസൺ ചേഞ്ചിന്റെയും എഫക്റ്റ് പറ്റിയിട്ട്. നമ്മള് ഈ സാസ് കൊറോണ വൈറസ് 2 ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 വിധത്തിൽ ഉള്ളത് പറയുന്നുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഡയറക്ട്ലി
നമ്മുടെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, അതായത് വൈറസ് ഷെഡ് ചെയ്യുന്ന ഒരാളുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ സമയത്ത് ഡ്രോപ്ലെറ്റിലൂടെ നേരിട്ടുള്ള ഇന്ററാക്ഷനിൽ കിട്ടുന്നത്. രണ്ട്, ഇത്തരം രോഗം ബാധിച്ചിട്ടുള്ള രോഗികൾ ചുമക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ്സും അത് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾസ് വൈറസസ് പുറത്തു പോയി നമ്മുടെ മേശകളിലോ അല്ലെങ്കിൽ സർഫസുകളിലോ ഒക്കെ വീണ് അതിനകത്ത് നിന്ന് പിന്നീട് അത് അവിടെ സർവൈവ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കൈകൊണ്ടോ മറ്റോ തൊട്ട് ഫോമൈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം വീണ്ടും മറ്റൊരു സമയത്ത് അത് കൈകൊണ്ട് തൊടുന്നു, വീണ്ടും നമ്മൾ മുഖത്ത് തൊടുകയോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ഫിനോമിനൻ. അപ്പൊ രണ്ട് തരത്തിലാണ്. അപ്പൊ ഈ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ട്രാൻസ്മിഷനിൽ അല്ലെങ്കിൽ സെയിം റൂമിലുള്ളപ്പം ഡ്രോപ്ലെറ്റിൽ ഡയറക്ട്ലി ഒരാൾ പോകുന്നത് ടെമ്പറേച്ചറിൽ വലിയൊരു എഫക്റ്റ് വരില്ല. കാരണം ഡയറക്ട്ലി ഒരാളിൽ നിന്ന് സസെപ്റ്റബിൾ ആയിട്ട് വേറെ ആൾക്ക് പോകുന്നതാണ്. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അതേ സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഹൈ ടെമ്പറേച്ചറും വെരി ഡ്രൈ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ പുറത്ത് ഒരു മനുഷ്യ ശരീരത്തിന് പുറത്ത് ഔട്ട്സൈഡ് ദ സെൽ ഒക്കെ വൈറസിന്റെ സർവൈവൽ കുറയും. ഇപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ സർഫസസിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർഫസ് ഫ്യൂ അവേഴ്സ് മുതൽ ഫ്യൂ ഡേയ്സ് വരെ വൈറസസിന് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അത് ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിനെയും ഡ്രൈനെസ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ആൻഡ് വെരി ഡ്രൈ കണ്ടീഷൻസ് ആണെങ്കിൽ പുറത്തുള്ള സർവൈവൽ കുറയും. അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ഫോമൈ ട്രാൻസ്മിഷൻ നമ്മൾ എവിടെയെങ്കിലും തൊട്ടിട്ട് അതിനകത്ത് നിന്ന് സ്വന്തമായി കിട്ടുന്നത് കുറച്ചൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. വലിയൊരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതാണ് രണ്ട് പോസിബിലിറ്റീസ്. പിന്നെ റെയിനി സീസണിൽ പൊതുവെ ഹ്യൂമിഡിറ്റി കൂടും. അപ്പം ആ ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുമെന്ന് ഇതിന് ട്രാൻസ്മിഷൻ കൂട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ റെയിനി സീസൺ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ള പോലെ ഇരിക്കും. അപ്പൊ കേരളത്തിന് ചുറ്റും എത്ര കേസുകളുണ്ട്, നമ്മുടെ ഈ തീവണ്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് പുറത്തുള്ള, ഇപ്പൊ കേരളത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് കേരളത്തിൽ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടാവും തന്നെയാണ്. നമ്മൾ നല്ല വിധത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ കേരളത്തിന് പുറത്തുനിന്ന് എത്ര വരുന്നുണ്ട്, അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പൊ ട്രാൻസ്മിഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അനുസരിച്ചിരിക്കും അന്നേരത്തെ ട്രാൻസ്മിഷൻ. പക്ഷെ ഇതിനെപ്പറ്റി നല്ലൊരു ബോധം ഉള്ളതുകൊണ്ടും ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ടും നല്ലൊരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഇൻ പ്ലേസ് ആയതുകൊണ്ടും നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും അതിനൊക്കെ ഐസൊലേറ്റ് ചെയ്യാനും പറ്റും. ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. താങ്ക്സ് ഡോക്ടർ മനോജ്. നമ്മൾ ഈ വിഷയത്തിലെ ഒരുപാട് വിഷയത്തിന്റെ ബാഹുല്യം കണക്കിലെടുത്ത, വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ചോദ്യങ്ങളുടെ ഒരു ബാഹുല്യം ഉണ്ടായിരുന്നു. അത്രയും ചോദ്യങ്ങളെ ഏറ്റവും ലിമിറ്റഡ് ടൈമിൽ, കാരണം എനിക്ക് ചില നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ സമയപരിധി കാരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യമുള്ളത് എന്തെന്ന് വെച്ചാൽ, പരസ്പരം കണ്ടിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഈ ഗ്രൂപ്പ്, ഇന്ന് ചർച്ച ചെയ്ത ഗ്രൂപ്പ് ഇന്നിവിടെ ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും കഴിഞ്ഞത് കോവിഡ് കൊണ്ടാണ്. അപ്പൊ ഈ കോവിഡിന്റെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള പദം നമ്മൾ മാറ്റി ഇത് കൂടുതൽ ഒരു കണക്റ്റീവ് ആക്കുന്നു. മാത്രമല്ല ഇത് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മനുഷ്യന്റെ റെസീലിയൻസ് ആണ്. ഏത് സ്റ്റേജ് വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള മനുഷ്യന് വളരെ സഹജമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷത്തെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകം ഉള്ളിടത്തോളം, മനുഷ്യ ജീവൻ ഉള്ളിടത്തോളം കാലം ലോകം അപങ്കരമായി മുന്നോട്ട് പോകും, വളർച്ചയുടെ പാതയിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലൊരു ചർച്ച സംഘടിപ്പിച്ചതിന് ഭൗമം സോഷ്യൽ ഇനിഷ്യേറ്റീവിനോട് നന്ദി പറയുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും ഹൃദയംഗമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം മുതൽ തന്നെ വളരെ സജീവമായി ചാറ്റ് ബോക്സിൽ ഇരുന്ന എല്ലാവരോടും, ആരുടെയെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അത് സമയപരിധി കൊണ്ട് മാത്രമാണ്. എന്നാലും എല്ലാവരുടെയും പങ്കാളിത്തത്തിന് ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.